ഞാൻ ഷാർജയിൽ നിന്നാണ് വരുന്നത്. ട്രെൻഡിലാണല്ലേ? അതെ, വെൽവെറ്റ് വിസ്കോസ്. ഇത് ഇറക്കി മക്കളെ, ഇവര് ഇറക്കി. ഓൾ ഓവർ കേരള ഏത് ടേസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കിട്ടും. നമ്മൾ എക്സ്ക്ലൂസീവ് ഡീലർ ഓൾ ഓവർ കേരളക്ക് രാജഗുരു ബ്രാൻഡ്. അഫ്കോഴ്സ് ട്രെൻഡിങ് ആയിട്ട് ഉള്ള ബേൺഡ് ഓറഞ്ച്, ഇതെല്ലാം നമ്മുടെ ലിനനിന്റെ വേറെ വേറെ കോൺസെപ്റ്റ്സാ. ഞങ്ങളൊരു 10 വർഷമായി വരാൻ തുടങ്ങി. MLA വന്നാലേ ടൂർ പോവാം. നമ്മുടെ കുമാരി സാരീസ് പറയുമ്പോ അത് ഒരു നല്ല എക്സിക്യൂട്ടീവ് ഫീൽ. കസവും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക്, ട്രെൻഡി ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് വെറുതെ പ്രിന്റ്. ഇതൊക്കെ നമ്മുടെ അമ്മമാര് ഇടൂല. ഇത് കുറഞ്ഞ റേഞ്ചിന്റെ സെമി സിൽക്ക്. തള്ള് ഫോട്ടോ എന്റെ പൊന്നോ, കണ്ടോ കണ്ടോ കണ്ടോ. ഇതെല്ലാം നമ്മുടെ ദുപ്പട്ട സെക്ഷൻസ്. നമ്മുടെ ചേട്ടന്മാര് ഇങ്ങനെ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ വിരിച്ചു വെച്ചേക്കാണ്. ടിഷ്യൂലെ ഡിജിറ്റൽ പ്രിന്റ്സ് ദാമിനി സെറ്റൊക്കെ വേണ്ടി. ഈ കാണുന്നത് മൊത്തം സെറ്റ് സാരിയുടെ ന്യൂറൽ പ്രിന്റ്സ് ഉണ്ട്, ഡിജിറ്റൽ പ്രിന്റ്സ് ഉണ്ട്. ആ സെയിം ബെൻടെക്സ് ബോർഡറിൽ തന്നെ നമുക്ക് ബുട്ട ഉള്ളതും ഓർഗൻസാല എല്ലാ വെറൈറ്റീസ്. കാഞ്ചീപുരം ട്രഡീഷണൽ ബോർഡേഴ്സും ഉണ്ട്. മെസ്സറൈസ് പ്യൂർ മെസ്സറൈസ് കോട്ടണില് ജരി വർക്ക് ഉള്ളത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത കാട്ടിലും ഇപ്പൊ ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ ഏറ്റവും വരെ കാണുന്നത് മൊത്തം മെറ്റീരിയൽസ് മാത്രം. നല്ല ബാട്ടിക് ഡിസൈൻസ്, ക്രേപ്പ്. മൽച്ചന്തേരിയിലെ തന്നെ ഓർഗൻസ ആപ്ലിക്കിട്ട ട്രെൻഡിങ് ആയിട്ട് എല്ലാ ഡിസ്പ്ലേയിലും ഉള്ളതാ. ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മൽക്കോട്ട്. പിന്നീട് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് മാർക്കറ്റ് റോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ മാർക്കറ്റിൽ എന്തിനാ വരുന്നത്? തുണികൾ മേടിക്കാൻ തന്നെ. പക്ഷെ തുണികൾ മേടിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു കടയിലേക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പിന്നിൽ കണ്ട ആ ഒരു തിരക്കും കാര്യങ്ങൾ ഊഹിച്ചോ എവിടെയാന്നുള്ളത് ഞാൻ ബാക്കി പറയുന്നില്ല. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് മാർക്കറ്റ് റോഡാണ്. ആ കാണുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. തൊട്ട് അടുത്താണെങ്കിൽ കാത്തലിക്സ് ബാങ്കാണ് ഈ കാണുന്ന ബാങ്ക്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വലിയതായിട്ട് ബാങ്കിനേക്കാളും വലുതാണല്ലോ കട. എന്തായാലും 6-7 ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഫുൾ ഐറ്റംസ് കിട്ടും. ഒരു ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റം A to Z, കർച്ചീഫ് തൊട്ട് പില്ലോ ആയാലും ബെഡ്ഷീറ്റ് ആയാലും ഡ്രസ്സുകളായാലും. എന്നാൽ ബുട്ടിക്കാർക്ക് വേണ്ടവർക്ക് ബുട്ടിക്കാർക്ക്, ടെക്സ്റ്റൈൽക്കാർക്ക് വേണ്ടവർക്ക് ടെക്സ്റ്റൈൽ ആണെങ്കിൽ സാധാരണ ഒരു സ്മോൾ ചെറിയൊരു കട ഇട്ടവർക്ക് അവർക്ക് വരെ ഇവിടെ കളക്ഷൻസ് അവൈലബിൾ ആണ്. അതും എവിടെയല്ല, നമ്മുടെ സ്വന്തം എറണാകുളത്ത് MN ഫാഷൻ, MN ഫാബ്രിക്, MN ഫാഷൻ. ഇത് രണ്ടും ഒരു പേര് തന്നെ, ഒരു കട തന്നെയാണ്. എന്തായാലും കയറി നോക്കാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വീണ്ടും പറയാണ്, സാധാരണ മാർക്കറ്റിൽ ഒരുപാട് കടകളുണ്ട്. ആ കടയിൽ എന്ന് പറയുമ്പോൾ ഓരോരോ കടയ്ക്ക് ഓരോരോ പ്രത്യേകത ഉണ്ടല്ലോ, ഓരോരോ ഐറ്റംസിന് പ്രത്യേകത ഉണ്ട്. പക്ഷേ ഇവിടേക്ക് വരുന്ന പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം A to Z എല്ലാ ഐറ്റംസ് കിട്ടുന്ന ആകെ ഒരു കട എന്ന് പറയുന്നത് MN ഫാബ്രിക് ആൻഡ് MN ഫാഷൻ. ലോഡ് കണക്കിന് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവാണ്. നിങ്ങൾ കസ്റ്റമർ അല്ലേ? ടാഗൊക്കെ ഇട്ടിട്ട് നിൽക്കണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ റോഡ് കെട്ടിക്കോ? എങ്ങനെയാ എവിടെന്നാ വരുന്നത്? തൃപ്പൂണിത്തുറ. അവിടെ നിന്നാണ് വരുന്നത്. സാധാരണ ഇവിടെ വരാറുണ്ട്. എങ്ങനെയാ സംഭവം? എടുക്കാറുണ്ട്. ബൈ ഹാൻഡ് ആണോ കൂടുതലും കൊണ്ടുപോകാറ്? അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ എല്ലാത്തിനും റെഡിയാണ്. ഓക്കെ, നടക്കട്ടെ. ശരി, ഇതേ നമ്മുടെ ബെന്നിച്ചേട്ടൻ ഒരു ഹായ് പറയ്. വെറൈറ്റി ഇല്ലേ? കളക്ഷൻ ഇല്ലേ? അപ്പൊ എന്നാ കയറാം. ബെന്നിയുടെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം. വാ. അടുത്ത ലോഡ്, ഒരു ലോഡ് കൂടി ഇങ്ങോട്ട് വാ. അടുത്ത വലിയ ലോഡ്. ഇത് എവിടേക്കാ പോണത്? വൈക്കം. നിങ്ങള് വൈക്കത്തിന്റെ ആളാണോ? MN ആളാണോ? ഇതിന്റെ ആളാ എവിടെയാ? കേട്ടില്ല ചേട്ടാ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇത് എവിടേക്ക് പോകാനുള്ളതാണ്? ഇത് വൈക്കം പോകേണ്ടതാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ ഇന്നലെ വന്ന് അവർ പർച്ചേസ് ചെയ്ത് ഇന്ന് നമ്മൾ ഡെലിവറി അവിടെ കൊടുക്കുകയാണ്. ഐറ്റം വേണമെങ്കിൽ കണ്ടോട്ടോ. ഐറ്റം കാണാൻ പറ്റില്ല. എന്തായാലും ലോഡ് കണക്കിന് സാധനങ്ങൾ വാ ഇങ്ങോട്ട് വാ. ലോഡ് കണക്കിന് സാധനങ്ങൾ പോണത് കാണാലോ. വൈക്കത്ത് പോകാനുള്ള ഐറ്റംസ് ആണ് ഈ ഫുള്ള്. ഒരു കടയിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ് അല്ലേ? ഫുള്ള് സെറ്റപ്പാണ് അല്ലേ? തള്ള് ഫോട്ടോ ഫുൾ ലോഡ് കണക്കുന്നത്. ഇതിന്റെ കൂടെ അന്യം കൂടി പൊട്ടി കഴിഞ്ഞ് ഞാൻ അടക്കം വൈക്കത്തെ എത്തും. വാടാ, സാധനം കയറ്റ്. ഫിനിഷാ പൂട്ടിക്കോന്നാ അടക്കി. ഞാൻ പോവാണോ വൈക്കത്തേക്ക് പോവാണേ. അപ്പൊ കളക്ഷൻസ് ആരെ കാണിച്ചു തരാം പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാ അല്ലേ? അപ്പൊ നമുക്ക് കളക്ഷൻസ് കാണിച്ചിട്ട് പിന്നെ പോവാം. അപ്പൊ എന്തായാലും ഇറങ്ങാം ഇവിടെ നിന്ന്. ഓക്കെ, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു കാഴ്ച കാണാൻ പറ്റിയെന്ന് വെച്ചാൽ, ഇതുപോലെ കാറിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബൈ ഹാൻഡ് വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. അപ്പം അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ്
കസ്റ്റമർ അല്ലേ? എന്തായാലും വാ, ഈ വാതിൽക്കൂടെ തന്നെ നമുക്ക് പിടിക്കാം, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. കേട്ടില്ല അല്ല, വീഡിയോസ് കാണാറ്. എന്നാ അകത്തേക്ക് കയറാം എന്തായാലും. ഓക്കെ, എവിടെന്നാ എങ്ങനെയാണ്? ഞാൻ ഷാർജയിൽ നിന്നാണ് വരുന്നത്. ഷാർജയിൽ നിന്ന് കേട്ടോ. എന്നിട്ട് എല്ലാം നല്ല കളക്ഷൻസ് ആണ്. പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു. അവിടെയാണോ ഷോപ്പ്? അതെ. ഓക്കെ, അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ പർച്ചേസിങ്ങിന് വേണ്ടി വരുന്നതാണോ? പർച്ചേസിങ്ങിന് വേണ്ടി വരുന്നതായിരുന്നു. ഓക്കെ, ഗ്രേറ്റ്. എന്തായാലും വന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരാളെ കിട്ടി. അതുപോലെ തന്നെ ബൈ ഹാൻഡ് നിങ്ങൾ എങ്ങനെയാ ഓൺലൈനാ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ബൈ ഹാൻഡ് കൊണ്ടുപോകുന്നുണ്ട്, കുറച്ച് നമ്മൾ കാർഗോ അയക്കുന്നു. അങ്ങനെ. അപ്പൊ എന്തായാലും എല്ലാത്തിനും ഇവിടെ MN റെഡിയാണ്. എന്തായാലും താങ്ക് യു. പേര് പറഞ്ഞില്ല? അനു. നമ്മുടെ ഷോപ്പിന്റെ പേര് സീസൺ ടെക്സ്റ്റൈൽസ്. അത് ഷാർജയിലാണ് കേട്ടോ, ഇവിടെ ഒന്നല്ല. ആള് മമ്പത്തുള്ള കളികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ഇങ്ങോട്ട് തിരിയാണെങ്കിൽ ഇവിടെയും കാണാൻ കുറെ തിരക്കുകൾ, കുറെ ബണ്ടകൾ. ഈ ഇരിക്കുന്ന ബണ്ടൽസ് ഒക്കെ ഇല്ലേ, ഓരോരുത്തർ പോവാനുള്ള ബണ്ടൽസാണ്, കൊണ്ടുപോകാനുള്ള ബണ്ടൽസാണ്. ഇതൊക്കെ ഇവരുടെ സ്റ്റോക്ക് അല്ല കേട്ടോ, ജസ്റ്റ് കൊണ്ടുപോകാനുള്ളതാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ്. സംസാരിച്ചോട്ടെ. ചിലർക്ക് മടിയുണ്ടാവും, അതുകൊണ്ടോ ചോദിക്കണേ. എന്താ പേര്? ചിത്രലേഖ. ചിത്രലേഖ, അടിപൊളി പേരാണല്ലോ. കൂടെ അവര് വന്നവരാണോ? അതെ അതെ അതെ. വാ, എന്തത്ര നാണോ. വാ ഒന്ന് കാണട്ടെ. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ MN? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞങ്ങളൊരു 10 വർഷമായി വരാൻ തുടങ്ങിയിട്ടല്ലേ? 10 വർഷമായി അല്ലേ? ഞാൻ വന്നിട്ട് 6 കൊല്ലമായിട്ട്. അപ്പം എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഇവർക്കുണ്ട് MN കുറിച്ച് പറയാനായിട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടെ കളക്ഷൻസ്? അപ്ഡേറ്റ് കിട്ടാറുണ്ടോ? അതുപോലെ റേറ്റ് വൈസ് നോക്കുമ്പോൾ? റേറ്റ് കുറവാണ്, റീസണബിളാണ്. പിന്നെ കളക്ഷൻ നന്നായിട്ടുണ്ട്. അപ്ഡേറ്റ് കിട്ടാറുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡ് കിട്ടാൻ. എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണോ ഷോപ്പ്? ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പൊ ചേച്ചിക്കും പറയാണ്ടോ എന്തെങ്കിലുമൊക്കെ ഷോപ്പിനെ കുറിച്ചിട്ട്? എങ്ങനെ നല്ല കളക്ഷൻ നമ്മൾ വെക്കുമ്പോഴേക്ക് സാധനം ആൾക്കാർ വന്ന് എടുക്കാറുണ്ടോ? അതാണ് ചോദിക്കുക. എങ്ങനെ ബൈ ഹാൻഡ് ആണോ കൊണ്ടുപോണേ? ബൈ ഹാൻഡ്. അപ്പൊ ഒരുവിധ ആൾക്കാർ ബൈ ഹാൻഡ് കൊണ്ടുപോകണത് ഇവിടെ ബണ്ടലുകൾ കൊണ്ടുപോകാനായിട്ട് കിടക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇവിടെ സ്ഥലം പറഞ്ഞില്ലേ? കല്ലൂര്. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, എന്തായാലും കയറിയ വശം തന്നെ നല്ലൊരു ഇതാണ് കിട്ടിയത്. അതുപോലെ തന്നെ നമുക്ക് കളക്ഷൻസ് കാണണമെങ്കിൽ ഏറ്റവും വരെ നമുക്ക് കണ്ണെത്തില്ല, അത്ര അധികം കളക്ഷൻസും സ്റ്റോക്കാണ് ഇരിക്കുന്നത്. കളക്ഷൻസ് മാത്രമാണ് ഞാൻ പറയുള്ളൂ, സ്റ്റോക്ക് അല്ല. ഇനി നമുക്ക് നമ്മുടെ ഒരു അനുഗ്രഹം മേടിച്ചിട്ട് എന്തായാലും ഇവിടുന്ന് തുടങ്ങാം. ഇതിൻ്റെ ഇടയിൽ കുറെ കസ്റ്റമേഴ്സ് ഇരിക്കുന്നുണ്ട്, ചോദിച്ചോട്ടെ. എവിടെയാ സ്ഥലം? കല്ലറ. എന്താണ് ഐറ്റംസ് നിങ്ങൾ വെക്കുന്നത് നിങ്ങളുടെ ഷോപ്പിൽ? ഞങ്ങൾ സാരിയുണ്ട്, പിന്നെ ബെഡ്ഷീറ്റ്, അങ്ങനെ സാരി ഉണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്. ഈ സാരി, ബെഡ്ഷീറ്റ് അങ്ങനെ ടോട്ടൽ ഒരു ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? അതൊക്കെ ഇവിടെ കിട്ടും. റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ കളക്ഷൻസും ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ക്വാളിറ്റി നല്ല ക്വാളിറ്റി. ഇഷ്ടപ്പെട്ടു. ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റിംഗ്. ഒരാൾക്ക് ബില്ല് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര ഡിസ്കഷനിലാണ്. സെയിം തന്നെയാണ്. ഇനി അത് അടയ്ക്കാനുള്ള ഒരു ഇതിലാണ്. ഓക്കെ, എന്തായാലും അത് അവിടെ നടക്കട്ടെ. എന്തായാലും നമ്മുടെ 3 തലപ്പതി ബാബു സാർ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല നമ്മുടെ തുണിയുടെ മേഖലയിൽ. എന്തായാലും വെൽക്കം ടു ദിസ് വീഡിയോ. എന്തെങ്കിലും പറയാണ്ടോ? ഇപ്പോൾ ഓണം വരാൻ പോവാണ് സാറ്. അപ്പോൾ നമ്മുടെ ഓണത്തിന് എന്താണ് സ്പെഷ്യൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് MN വന്നാലേ ടൂറ് പോവാം. നല്ലപോലെ പർച്ചേസ് ചെയ്താൽ ടൂർ കൊണ്ടുപോകും. കാശ്മീരുണ്ട്, സിംഗപ്പൂറുണ്ട്, പിന്നെ ഇത് പുക്കറ്റ്, പിന്നെ തായ്ലൻഡ്. ഓക്കെ, അപ്പൊ ടാർഗറ്റ് അനുസരിച്ചുണ്ട് 15, 20, 25, 30. അതിന്റെ ഡീറ്റെയിൽ എന്തായാലും നമുക്ക് വഴിയിൽ നമുക്ക് നമ്മുടെ കാർത്തിക് സാർ പറയുന്നതായിരിക്കും. എന്തായാലും സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്ന് എത്തിയിട്ടുണ്ട്. നമ്മൾ മെയ് മാസം മുതൽ തന്നെ പ്രോഗ്രാമൊക്കെ എല്ലാം റെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ സപ്പോർട്ടും കൂടി വന്നാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. ആ സപ്പോർട്ടിന്റെ ഭാഗം ഒന്ന് തിരിച്ച് ആൾക്കാരുകളൊക്കെ എത്തി തുടങ്ങി. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യണത്? അത് അത്രയധികം ബില്ലിങ്ങിൽ കാര്യങ്ങൾ നടക്കുകയാണ്. ഇനി ഇവർ രണ്ടുപേരായിട്ട് നമ്മൾ സംസാരിച്ചു. ഇനി കാർത്തിക് സാറിനെ നമുക്ക് അവിടെ നിന്ന് ഏൽപ്പിക്കാൻ കസാരമെന്ന്. നമുക്ക് സാരീസിന്റെ A to Z വെറൈറ്റീസ് കാണിച്ചു തരുന്നത് കാർത്തിക് സാറായിരിക്കും. കാർത്തിക് സാർ, എന്താണ് സാരീസിൽ വെറൈറ്റീസ് കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ വെച്ച് തരാലോ. സാറായിരിക്കും നമുക്ക് വേണ്ടിയിട്ട് ഫുൾ കാര്യങ്ങൾ സാരീസിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഏത് ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കടയിലുണ്ട്. അത് എല്ലാം ലോ റേഞ്ച് തൊട്ടിട്ട് ഹൈ റേഞ്ച് വരെ നമുക്കൊരു തുണി കച്ചവടം സാരി സെക്ഷനുള്ള ആൾക്കാർ ഇവിടെ കയറി കഴിഞ്ഞാൽ മതി. ഓൾ ഓവർ ഇന്ത്യ ഏതേത് ഐറ്റംസ് ഉണ്ടോ എല്ലാം നമ്മുടെ കടയിൽ. പക്ഷേ എല്ലാ സ്റ്റേറ്റിലത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ. അതിപ്പോൾ സാരി മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് കിഡ്സ് ആയാലും മെൻസ് വെയർ ആയാലും ലേഡീസിൻ്റെ ആയാലും എല്ലാ ഐറ്റം. അതും എനിക്ക് 6 to 7 ഫ്ലോർ അങ്ങോട്ട് ഉണ്ട്. 5 ഫ്ലോർ ഉണ്ട്. 6ാമത്തെ ഫ്ലോറിൽ ഇവർ ഗോഡൗൺ അങ്ങനെ എന്താ, പിന്നെ ഇവരുടെ ഓഫീസ് ഏരിയ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും 5 ഫ്ലോർ വരെയാണ് പ്രൊഫഷണൽ ഉള്ളൂ. അവിടെയാണ് വെറൈറ്റീസ്. 5 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ
ഒരു 10-15 ഫ്ലോറിന്റെ അത്ര വലിപ്പമുണ്ട്. കാരണം ഇവിടുന്ന് അറ്റം വരെ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്, വീതിയിലായാലും നീളത്തിലായാലും ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഞാൻ എടുത്ത സാരി, ഇതിനെ കുറിച്ച് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം അല്ലേ? ഓക്കെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ അവിടേക്ക്. ആ ഒരു ഏരിയയിൽ പോണേക്കാളും മുന്നേ ഇത് ഇവരുടെ ബില്ലിംഗ് സെക്ഷൻ നോക്കാൻ പറയണം. തുടങ്ങിയിട്ടുണ്ട്, ഓണത്തിന്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. എത്ര നേരത്തെ എത്തി കഴിഞ്ഞാൽ അത്ര സെലക്ഷൻ നല്ല രീതിയിൽ കിട്ടും. അതെ, അതും ഇവിടുന്ന് തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം ഓരോരുത്തരുടെ ബില്ലിംഗ് ആണ്. ഇപ്പൊ ഈ ബോക്സ് ഒക്കെ കാണുന്നത് ഇതൊന്നും സ്റ്റോക്ക് അല്ല, ഇത് ബില്ലിംഗ് ആണ്. ഇത് ഓരോരുത്തരും എടുത്തിട്ടുള്ളത് അല്ലെ? ഇതും എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് A to Z എന്ത് ഐറ്റം വേണമെന്ന് വെച്ചാൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതും ഓരോരുത്തരും എടുത്ത് കുറൊക്കെ എടുത്ത് കഴിഞ്ഞ പാക്കിംഗ് കഴിഞ്ഞതുണ്ട്. ഇതില്ലാതെ പിന്നെ മുകളിൽ ഗോഡൌണിൽ കുറച്ച് കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നതുണ്ട്, അവിടെയും ഉണ്ട് നമുക്ക്. സോ എല്ലാം ഫുൾ സീസണിന്റെ കച്ചവടം തുടങ്ങി. അതാണ് ഇത് നോക്കി ഓരോരുത്തർ. ഇത് ബില്ലാണ് കേട്ടോ, ഇതൊന്നും എനിക്ക് എടുത്ത് കാണിക്കാനുള്ള അനുവാദമില്ല. കാരണം വെച്ചാൽ ഓരോരുത്തർ മേടിച്ച് കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ്. ഈ പില്ലോ വരെ ഇവിടെ കിട്ടുമോ? പിന്നെ ഇതെനിക്ക് പുതിയ അറിവാണ് കേട്ടോ. ഞാൻ A to Z ഒരു തുണി കച്ചവട ഷോപ്പ് ഇരുന്നെങ്കിൽ A to Z ഏത് ഐറ്റം വേണമെങ്കിൽ ഇവിടെ കിട്ടും. മാറ്റ്സ് കിട്ടും, ബെഡ്ഷീറ്റ് കിട്ടും, കർച്ചീഫ് കിട്ടും, എല്ലാം കിട്ടും. എന്റെ വിചാരം ഒരു ബെഡ്ഷീറ്റ് അതുപോലെ നിസ്സാരമായിട്ട് കള്ളിമുണ്ട്, സാരീസ്, കുർത്തീസ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്യാം. അപ്പൊ ഓണം ഞങ്ങൾക്ക് തുടങ്ങായി. അപ്പൊ നിങ്ങളുടെ ഓണം ഇനി എപ്പോഴാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് വരുമ്പോൾ നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുപോകാം. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങൾ നേരിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ ഇത്രയധികം സ്റ്റോക്ക്, ഇത്രയധികം കളക്ഷൻസ് ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല, അറിയാനും പറ്റൂല. അത് ക്വാളിറ്റി ഫീൽ ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അത് ഇങ്ങനെ നോക്കിയാൽ കണ്ട് ഫീൽ ചെയ്യണം. അതാണ് അതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ എറണാകുളത്താണ്. എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഷോപ്പാണ്, ബിഗ്ഗസ്റ്റ് ആൻഡ് ഫേമസ് ഹോൾസെയിൽ ഷോപ്പാണ് MN ഫാബ്രിക്, MN ഫാഷൻ. അപ്പൊ രണ്ടും ഒന്ന് തന്നെയല്ലേ? പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പഴയ ആൾക്കാർക്ക് നമുക്കൊക്കെ അറിയാം. നമുക്ക് തുടങ്ങാം. സാരീസിന്റെ എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലോ റേഞ്ച് തൊട്ട് ഹൈ റേഞ്ച് അങ്ങനെ അറ്റം വരെ പോകാം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കൗണ്ടർ, ഈ ഒരു സെക്ഷൻ എന്താ? ഇത് നമുക്ക് സൂറത്തിൽ കിട്ടാറുള്ള ലൂസ് ഷിഫോൺ തുണി, ജോർജറ്റ്, വെയിറ്റ്ലെസ് അങ്ങനെ ഉള്ളത്. പിന്നെ ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് പോറ നമ്മുടെ കുമാരി സാരീസ്, കുമാരിയിലെ ഫോയിൽ പ്രിന്റ് സാരീസ്. ഇപ്പൊ ഈ കാണുന്നത് ഇപ്പൊ ഇതൊക്കെ ലൂസൊക്കെ എടുക്കുന്നത് ഇപ്പൊ ബണ്ടൽ വൈസ് അല്ലേ? ഇപ്പൊ ഇത് കാണുന്നത് ബണ്ടൽ വൈസ്. ഇത് ബണ്ടൽ വൈസ്. അപ്പൊ ഇത് എടുക്കുമ്പോ എത്ര? ഇത് 5 കളർ എടുക്കേണ്ടി വരും. 5 ഉണ്ടെങ്കിൽ 6 കളർ അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത്രേ. ബട്ട് സെറ്റ് വൈസ് തന്നെ കിട്ടുള്ളൂ. സെറ്റ് വൈസ്. അതും ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യണം. അത് നമ്മുടെ ഇഷ്ടത്തിന് കളർ ചൂസ് ചെയ്യാം. പക്ഷെ സെറ്റ് തന്നെ എടുക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയ നമ്മുടെ ഒരു സൂറത്തിന്റെ പിന്നെ യൂണിഫോം സാരീസ്, കുറെ തുണി കച്ചവടക്കാർ അവരുടെ തുണി കടയ്ക്കുള്ള സ്റ്റാഫിക്ക് വേണ്ടി എടുക്കാറുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റാഫുകാരെന്ന് പറയുമ്പോ ഒരു കടക്കാർക്ക് സ്റ്റാഫിന് വേണ്ടിട്ട് ഒരു 10 പീസ് 20 പീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റില്ല. വരുമ്പോ കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് 50 പീസ് വേണം അങ്ങനെ പറഞ്ഞാൽ തരൂല്ലല്ലോ. കടക്കാര് വന്നിട്ട് 50 പീസ് മതി ഞങ്ങൾക്ക് സ്റ്റാഫുകാർക്കാന്ന് പറഞ്ഞാൽ കച്ചവടക്കാരായിരിക്കണം. ഓൺലി ഹോൾസെയിൽ അത് മാത്രമേ ഉള്ളൂ. കച്ചവടക്കാർക്ക് മാത്രമേ നമുക്ക് കൊടുക്കാവൂ. അതാ ഞാൻ പറയുന്നത്, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇനി ഇപ്പുറത്തെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോ ഇത് നമ്മുടെ സെമി സിൽക്ക്, പിന്നെ ഖാദി അങ്ങനെയുള്ള കുറെ ഐറ്റംസ് എല്ലാം കുറഞ്ഞ റേഞ്ചിന്റെ മീഡിയം റേഞ്ച്, ബെസ്റ്റ് ക്വാളിറ്റി, ഒരു കുഴപ്പമില്ലാതെ എല്ലാ ഐറ്റംസാണ്. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. നമുക്ക് അത്രയും മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതായത് സാരി മാത്രമല്ല, ഏതൊരു ഐറ്റം തന്നെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ ഇങ്ങനെയുള്ള ഇപ്പൊ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് സൗത്ത് ഇരുന്ന് വരുമ്പോ ഒറിജിനൽ സിൽക്കിൽ വരാറുണ്ട്. ഇത് കുറഞ്ഞ റേഞ്ചിന്റെ സെമി സിൽക്ക്, സൂറത്തിന്റെ സെമി സിൽക്ക് ഐറ്റംസ് ഇങ്ങനെ ഇപ്പൊ ഉള്ള ട്രെൻഡിങ് ഉള്ള ഐറ്റംസ്. ഈ ബോർഡറിൽ ബുട്ട ഉള്ളത് അങ്ങനെ ഉള്ള ഇതിപ്പോ ട്രെൻഡ് പോയി കാണുന്നത് അല്ലേ? ഓക്കെ, ഇതൊരു ബൂട്ട വർക്ക് കണ്ടോ, നല്ല രസമായിട്ടുണ്ട് അല്ലേ? ഇത് നടുക്കിലായിട്ട് വരുന്നത് അല്ലേ? ഇല്ല, ബോർഡർ സ്ക്വയർ. വലിയ അപ്പൊ കളക്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ വീണ്ടും പറയാണ്, നേരിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചൂസ് ചെയ്യാണ്ട്. നിങ്ങളുടെ കടയിൽ ഇങ്ങനെ വെച്ച് അങ്ങോട്ട് നിറച്ച അടിപൊളിയായിരിക്കും അല്ലേ? ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ. പിന്നെ ബണ്ടൽ കൊണ്ട് നടക്കാൻ പറ്റില്ല, അത്രയും അധികം കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഇങ്ങനെ അളമ്പുന്നില്ല, ബിക്കോസ് രാവിലെ തൊട്ട് തന്നെ നമുക്ക് ആ കച്ചവടം തുടങ്ങി. 9 മണി തൊട്ടിട്ട് ഓപ്പൺ ആറത് കൊണ്ടിട്ട് കസ്റ്റമേഴ്സ് കയറാൻ തുടങ്ങി. സോ അതിന്റെ ഒരു തിരക്കില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു സെക്ഷൻ ഇത് നമ്മുടെ സൗത്ത് കോട്ടൺ ബേസ് ഐറ്റംസ്, കംപ്ലീറ്റ് സൗത്ത് പ്യൂർ കോട്ടൺ ബേസ് ഐറ്റംസ്, സെമി കോട്ടൺ ബേസ് ഐറ്റംസ്. ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസ് വരുന്നുള്ളൂ. അത് നമ്മൾ മുകളിൽ സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ് അല്ലേ? നമ്മുടെ സെറ്റ് സെറ്റ് സാരി വേറെ സെക്ഷൻ. ഇത് ഓൺലി ഫാൻസി സാരി സെക്ഷൻ തന്നെയാ. ഇത് നമ്മുടെ കോട്ടന്റെ സാരീസ്. കോട്ടണിൽ നിങ്ങൾക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും കിട്ടും. അതുപോലെ തന്നെ ഏത് കളക്ഷൻസും വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. കോട്ടന്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അത് കസവില് വേണോ, കസവ് ഇല്ലാത്തത് എല്ലാതും നമ്മുടെ കാർത്തിക് സാർ ഇതാ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തെടുത്തിട്ടുള്ള കംപ്ലീറ്റ്
അത് ഏത് കളർ വേണം, ഏത് കോമ്പിനേഷൻ വേണം എന്നുള്ളതൊക്കെ ഇല്ല ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് ആവാൻ തുടങ്ങുമ്പോ ഇത് ഒരു ഇതായിട്ട് പറയുന്നു. തമിഴ്നാടിന്റെ കുറെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർ പറയുന്നത് അവർ ഡയറക്റ്റ് ആയിട്ട് സേലം ആ സ്ഥലത്തിലുള്ള ആൾക്കാർ തന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അവർ പറയുന്നത് നിങ്ങളുടെ ഉള്ള കളേഴ്സ് അവർ കാണിക്കുമ്പോൾ ആ കളേഴ്സ് വരാറില്ല. ഇതെല്ലാം ഒരു 6 to 7 months പ്രോഗ്രാമിംഗ്. നമ്മൾ ആദ്യം തന്നെ പോയിട്ട് അവർ കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് ഡൈ ചെയ്തിട്ട് കൊണ്ടുവരാറുള്ള ഐറ്റംസ് ആണ്. അതുകൊണ്ടിട്ട് ഇവർ ഡയറക്റ്റ് ആയിട്ട് വീവേഴ്സിട്ട് പോകുമ്പോൾ ഈ കളേഴ്സ് കിട്ടൂല. അവർ റെഡി കുറച്ച് കളേഴ്സ് വെക്കും. ബട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് പ്രോഗ്രാംഡ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കളേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് വേറെ കടയിൽ എവിടെയും കിട്ടില്ല. അത് ഇവിടെ തന്നെ കിട്ടുള്ളൂ. പിന്നെ ഒരു 10 ദിവസം ഓണെന്ന് പറഞ്ഞാൽ 10 മാസത്തെ ഹാർഡ് വർക്ക് അതാണ് ഇവിടെ. കോട്ടന്റെ നോക്കിയാൽ നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും എടുത്ത് നോക്കിക്കോ. ഒക്കെ നമുക്ക് സെറ്റ് എടുക്കണം. കളേഴ്സ് ഒരു 4 to 5 കളേഴ്സ് ഉണ്ടാവും, 6 കളേഴ്സ് ഉണ്ടാവും. അതെ, ഇതൊക്കെ കോട്ടന്റെ വെറൈറ്റീസ് കേട്ടോ. അതില് ഹാൻഡ് ത്രെഡ് വർക്കിലുണ്ട്, അതുപോലെ തന്നെ കസുവിൽ വരുന്നുണ്ട്. അതെ, ഇതൊക്കെ നോക്കിയേ. ഓ, ഇതൊക്കെ നമ്മുടെ അമ്മമാര് കണ്ടു കഴിഞ്ഞാൽ വിടൂല കോട്ടനില് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ. ഇതൊന്നും കാണാണ്ട് പോണ്ട. അതെ, പ്രിന്റും പിന്നെ മെസ്സറൈസ് കോട്ടണിന്റെ ഐറ്റംസ്, സോഫ്റ്റ് കോട്ടണിന്റെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി റേഞ്ച് കൂടുതലാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ നിസ്സാരം. നമ്മുടെ സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് അങ്ങനെയുള്ള ഐറ്റംസ്. ഇത് ഒരു പട്ടില് പെട്ട സാരി അല്ലേ? ബ്രോക്കേഡ് സ്റ്റൈൽ സെമി സിൽക്ക് സാരീസ്. ഇഷ്ടം പോലെ ലോഡ് കണക്കിന് പറഞ്ഞാൽ അത്രയധികം വെറൈറ്റീസ് ഉണ്ട്. സോഫ്റ്റ് സിൽക്ക് ഒക്കെ ഉണ്ട് അല്ലേ? അതാ, സോഫ്റ്റ് സിൽക്ക് ഇപ്പോഴും ട്രെൻഡ് ആണല്ലോ. ഇപ്പോഴും പിന്നെ അത് ഇപ്പവും നമുക്ക് ഫംഗ്ഷൻസ് വെഡിങ്സ് കാണുമ്പോ എല്ലാരും പറയുന്നത് ഇപ്പവും സോഫ്റ്റ് സിൽക്ക് തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് 2-3 റേഞ്ച് ഉണ്ട്. ഇത് കുറെ റേഞ്ച് ഉണ്ട്, 5-6 റേഞ്ച് ഉണ്ട് ഇതിനകത്ത്. ലക്ഷറി കോട്ടൺ ഉണ്ട്, എല്ലാ ഐറ്റംസും. ഇതൊന്നും ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഇത് ഓരോന്നോരോന്ന് എടുത്ത് കാണിക്കുകയാണെങ്കിൽ അത് പോസിബിളേ അല്ല. കാരണം അത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. അത് സോഫ്റ്റ് സിൽക്കിലും പട്ടിലുമായിട്ട്. പിന്നെ കളർ കോമ്പിനേഷന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ ആണ്. മൊത്തം വരുന്നത് ബ്രോക്കേഡില്. പിന്നെ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ. ഓഹോ, സൂപ്പർ. ഇതുണ്ടോ ബാക്കില് റാക്കിലൊക്കെ നോക്കിയേ. അതില് ബ്രോക്കേഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് വർക്ക് പ്ലെയിനിൽ വരുന്നുണ്ട് അല്ലേ? പിന്നെ ചെറിയ ചെറിയ ബുട്ടാസ് ടിഷ്യൂല് വർക്ക് വരുന്നത്. ഇത് ജസ്റ്റ് പ്ലെയിൻ അല്ലേ? അല്ല, വർക്ക് ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, ഫുൾ വീവിംഗ്. ഇത് പേസ്റ്റലാണ് ഉദ്ദേശിച്ചത്. പേസ്റ്റലായിരിക്കും കൂടുതൽ വരുന്നത്. അന്ന് പേസ്റ്റൽ അല്ലാത്ത ഡാർക്ക് ചാർട്ട്, ലൈറ്റ് ചാർട്ട്, ഓഹോ, എല്ലാം ഉണ്ടാവും. നമുക്ക് എല്ലാ ഓൾ ഓവർ കേരള ഏത് ടേസ്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് ട്രെൻഡിങ് ആയിട്ടുള്ള ബേൺഡ് ഓറഞ്ച്. അതാണ് ഞാൻ ഈ കളർ കണ്ട പക്ഷെ തന്നെ ബാക്കപ്പിക്ക്. ഇത് ഏത് റേഞ്ചിലും വേണമെങ്കിലും ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്നതിലും ഈ കളർ ഉണ്ട്. പക്ഷെ ഈ കളർ ട്രെൻഡ് ആണ്. അപ്പൊ എല്ലാവരും കയ്യിലുണ്ടാവില്ലോ. കുറച്ച് റയർ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇത് പിടിച്ചതാണ്. അപ്പൊ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാ അല്ലെ? അപ്പൊ ഈ ഒരു സെക്ഷൻ വരുന്നത് ഇത് ഫുള്ള് നമ്മുടെ കോട്ടൺ വർക്ക്, കോട്ടൺ വർക്ക്, ഓർഗൻഡി വർക്ക്. ഇതൊന്നും ഇങ്ങനെ എടുത്ത് പൊക്കോ. കാരണം ഇത് കോട്ടണിലാണ് കേട്ടോ. കോട്ടണില് വിത്ത് ബ്ലൗസ് ഉള്ളതാണ് വരുന്നത്. ഇത് നമുക്ക് ഏത് പർപ്പസിനാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം? ഇത് നമ്മുടെ ഇപ്പൊ സ്കൂൾ ടീച്ചേഴ്സ്മാർ ഇടാനുള്ളതും പിന്നെ ഫീൽ ഗുഡ് ഐറ്റംസ് ആയത്. കംപ്ലീറ്റ് വാഷ് ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതെ, പിന്നെ ചിലർക്ക് പറയുമ്പോൾ 365 days കോട്ടൺ മാത്രമേ യൂസ് ചെയ്യാം. സാരി കണ്ടാലും കോട്ടൺ മില്ലിക്ക് കൈ പോവുള്ളവരുടെ അതിന്റെ ബൾക്ക്. വൈറ്റ് ബേസിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ കാണുന്നത് മൊത്തം വൈറ്റ് ബേസിലുള്ള സാരീസ് ആണ് കേട്ടോ. ആ ഇരിക്കുന്നത് മൊത്തം അതിൽ തന്നെ ഒരുപാട് മോഡൽസ്. ഇത് ഒരു മോഡൽ മാത്രമല്ല, ഒരുപാട് മോഡൽസ് ഈ വൈറ്റ്. ഇതെല്ലാം നമ്മുടെ ഇപ്പൊ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതെല്ലാം ലോയേഴ്സ് ഇടാറുള്ളത്. ബ്ലാക്ക് ആൻഡ് വൈറ്റും വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ. സോ ഈ പ്രൊഫഷണൽസും അവരെല്ലാരും യൂഷ്വൽ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ കോട്ടൺ ഉള്ള ഐറ്റംസ് ആണ്. അപ്പൊ വക്കീൽമാര്, ഡോക്ടേഴ്സ് അവരെല്ലാരും യൂസ് ചെയ്യുന്നത്. അവർക്ക് ഈ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് എന്നൊന്നും നടക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ, അതിന്റെ ഒരു കൗണ്ടർ ആണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. ഇനി വരുന്നത് ഈ ചില്ലുകൂടിന്റെ ഉള്ളിലേക്കാണ്. ഇവിടെ എന്താ സ്പെഷ്യൽ? ഇവിടെ നമ്മുടെ ഏറ്റവും ഫാൻസി മോസ്റ്റ് ഐറ്റംസാ. ഇവിടെ ആദ്യം തുടങ്ങുമ്പോൾ നമുക്ക് രാജഗുരു ബ്രാൻഡാ. അത് ഇവരുടെ ഓൺ ബ്രാൻഡ്. അതെ, നമ്മൾ എക്സ്ക്ലൂസീവ് ഡീലർ ഓൾ ഓവർ കേരളക്ക് രാജഗുരു ബ്രാൻഡ് മാനുഫാക്ചറിങ് എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എടുത്തു വരാറുള്ള ബ്രാൻഡ്സ്. അത് ഇവരുടെ ഓൺ ബ്രാൻഡ് മാത്രമല്ല, ഈ ബ്രാൻഡ് ഇവിടെ മാത്രമാണ് കിട്ടുള്ളൂ. വേറെ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ ഒരിക്കലും കിട്ടില്ല. അത് ഇത് മാത്രമല്ല, വേറെ ഏതൊക്കെ ബ്രാൻഡ്? പിന്നെ ആഷിക ഉണ്ട്, പിന്നെ വിശ്വംബർ നാഗദാസ് എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്താൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് സാരി എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ബ്രാൻഡ്സ്. ഇത് സാരീസിനെ മാത്രം. ഇനിയുണ്ട് ഇതിലും ഒതുക്കണ്ട. ഇനി മുകളിലേക്ക് പോയാൽ ഇനിയും നമുക്ക് കുറെ ബ്രാൻഡ്സുകൾ കേൾക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കളക്ഷൻ അതെ, ഇതൊന്നും ഇങ്ങനെ നോക്കിക്കോ.
നമ്മുടെ ചേട്ടന്മാര് ഇങ്ങനെ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ Set ചെയ്ത് വെച്ചിട്ടുണ്ട്. വിരിച്ചു വെച്ചേക്കാണ്. ഇത് എന്താ പറയാ ക്രോസ് സ്റ്റിച്ചും ആപ്ലിക് വർക്കും ഡിജിറ്റൽ പ്രിന്റും പിന്നെ വർക്കും ഇതൊക്കെ നോക്കിയാൽ നല്ല എല്ലാ സെമി സിൽക്ക് കോട്ടൺ വിസ്കോസ് ഐറ്റംസ് സോ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസ് ഉള്ള ഐറ്റംസ് ആ കംപ്ലീറ്റ്. പിന്നെ ഈ ഒരു കളക്ഷൻ നോക്കി ത്രെഡ് വർക്കിൽ അല്ലേ? ഇതൊക്കെ ഏതാ മെറ്റീരിയൽ പറഞ്ഞ ആക്ച്വലി? ഇത് ടസർ. പ്യുവർ ടസറിൽ ഇല്ല സെമി ടസർ. സെമി ടസറിൽ. ഓക്കെ, അതില് ത്രെഡ് വർക്ക് ത്രെഡ് വർക്ക് വീവിംഗ്. പ്യുവർ ടസർ എന്ന് പറയുമ്പോൾ ത്രെഡ് വർക്ക് അങ്ങനെ വരില്ല കൂടുതല്? ഉണ്ട്, ബട്ട് ഈ ഒരു ക്ലാരിറ്റി കിട്ടൂല. അത് പ്യുവർ ടസർ തന്നെ, ആ കളർ തന്നെ അത് കൂടുതലായത് കൊണ്ടിട്ട് വീവിംഗ് ആവുമ്പോ നമുക്ക് എടുത്ത് കാണിക്കാറില്ല. അതാണ് ഇതിൽ ലൈറ്റ് ടേസ്റ്റ് മാത്രമേ. അതിൽ മറ്റേത് ഡാർക്ക് ആയിരിക്കും കൂടുതൽ വരുന്നത്. കണ്ട, ഇത് ഓരോ സെക്ഷനിൽ അവര് നിൽക്കുന്നത് കൊണ്ട് അവരുടെ കാണൂ എന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നല്ലേ. എന്തായാലും ആ ചേട്ടന്മാരെ ഒന്ന് എടുത്തോ, ഒരു ഹായ് പറഞ്ഞേക്ക്. ചേട്ടന്മാരെ ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. ഓക്കെ, അടുത്ത സെക്ഷനിൽ പോലെ നമുക്ക് ഇപ്പുറത്തെ സെക്ഷനിൽ എന്താ? പിന്നെ ഇപ്പുറത്തെ സെക്ഷൻ നമുക്ക് ഗഡ്വാല്, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ആഷിക, ഇന്നൊരു ബ്രാൻഡ് പറഞ്ഞല്ലോ സാരീസിന്റെ. സോ ആഷിക പ്രിന്റും ഗഡ്വാലിന്റെ വർക്ക് അങ്ങനെയുള്ള ഐറ്റംസ്. ആഷിക അത്. പിന്നെ ഇതെന്താ പറഞ്ഞുണ്ട് ഇപ്പൊ ഉള്ള ട്രെൻഡിങ് മൽക്കോട്ടൺ ഐറ്റംസ്, മൽചാന്തേരി ഐറ്റംസ്. ഇതൊന്നും ഞാൻ അതെ ഏറ്റവും മോസ്റ്റ് എന്നാ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കൂല. എന്താ കാരണം എന്ന് അറിയോ? ഇത് ഓൾമോസ്റ്റ് ഇവിടെ വന്നാൽ കിട്ടുള്ളൂ. ഇതിന്റെ ട്രെൻഡ് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഔട്ട് ആക്കി കഴിഞ്ഞാൽ പണിയാവും. അപ്പൊ ഇത് വന്ന് കാണാം നേരിട്ടിട്ട് കേട്ടോ. നേരിട്ട് വരാനായിട്ട് എറണാകുളത്തേക്ക് വന്നാൽ മതി. നല്ല കളക്ഷൻസ്. ഇതൊക്കെ ആപ്ലിക്കിൽ വരുന്ന വർക്ക്. ഇതിന്റെ കളേഴ്സ് കണ്ടോ? അപ്പൊ ശരിക്കും ഇങ്ങനെ ഓപ്പൺ ചെയ്തൊന്നും കാണാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കണ്ടപ്പോ തന്നെ എടുത്തു. ഇല്ല, നമുക്ക് ഇത് കാണിക്കേണ്ടി വരും. കസ്റ്റമേഴ്സ് വരുമ്പോ അത് കണ്ടാലേ, ഇത് നമുക്ക് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് കണ്ടാൽ തന്നെ നമുക്ക് സാരീസിന്റെ സെയിൽ. അപ്പൊ അതെന്തായാലും നിങ്ങൾ നേരിട്ട് വന്ന് നോക്കാം. അപ്പൊ കളക്ഷൻസ് ഫുൾ കാണാം അല്ലേ? അപ്പൊ നമ്മുടെ ബംഗാൾ കോട്ടൺ ഐറ്റംസ്. ബംഗാൾ കോട്ടൺ വരൂ. അതിന്റെ ഫുൾ ഹ്യൂജ് കളക്ഷൻസ് ആണ് ഈ ഏരിയ മൊത്തം ഇരിക്കുന്നത്. ബംഗാൾ കോട്ടന്റെ അതും ഡിഫറെന്റ് വീവിംഗിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് മൊത്തം ഇരിക്കുന്നത്. ഒക്കെ ഡിഫറെന്റ്. ഇതെല്ലാം ഡിഫറെന്റ് ആകുമ്പോൾ ഇതിലെങ്ങനെ സെറ്റ് എടുക്കാം? ഇപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ആണല്ലോ ഇരിക്കുന്നത്. ഇത് നമുക്ക് സെലക്ഷൻ കിട്ടൂല. അത് കസ്റ്റമേഴ്സ്ക്ക് സെലക്ഷൻ കിട്ടും. ഓക്കെ, അത് ചില ഐറ്റത്തിന് സെലക്ഷൻ ഉണ്ട്, ചില ഐറ്റത്തിന് സെറ്റ് വൈസ്. അത് അങ്ങനെ തന്നെ എടുക്കണം. അത് അവർ പറയും, സെക്ഷനിന്റെ ആൾക്കാർ പറഞ്ഞു തന്നോ. ഇതൊക്കെ നോക്കിയാൽ എനിക്ക് കണ്ടിട്ട് കൊതിയാവണം. നല്ല ഭംഗിയുണ്ട്. ഇവിടെ വരുമ്പോഴേ നല്ല ഓരോരോ വെറൈറ്റികൾ നമുക്ക് ഇങ്ങനെ തപ്പി എടുക്കണം കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ പ്യുവർ ഹാൻഡ് വർക്ക് തന്നെയല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഒരു സ്റ്റാഫ് നമുക്ക് വേണ്ടിയിട്ട് ഗൈഡ് ചെയ്യാനുണ്ട്. അതും ആ സർവീസ് പറയാണ്ടിരിക്കാൻ വയ്യ. സൂപ്പർ. നമ്മുടെ ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും എല്ലാവരും ഒപ്പത്തിന് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വിസ്കോസ്. ഇതില് കാണുമ്പോ നമുക്ക് ഒരു നോർത്ത് സൈഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇട്ട് വരുമ്പോ ഇതിന്റെ ഭംഗി വേറെയാ. പറയാറുണ്ട് അങ്ങനെ. സോ ഇത് ഞാൻ അതാ പറയാം, നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കൊരു നോർത്ത് ഫീലിംഗ് വരും. പക്ഷെ ഇട്ട് വരുമ്പോ നമുക്ക് ഇത് എടുക്കണം എന്നുള്ളൊരു ആ ഒരു സ്റ്റൈലിലായിരിക്കും വരാം കേട്ടോ. നമ്മുടെ കളക്ഷൻസ് മൊത്തം സാരീസിന്റെ തീരൂല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പിച്ച് കാണാം. കാരണം നമുക്ക് ഒരുപാടുണ്ട് വെറൈറ്റീസ്. അതെ, 5 ഫ്ലോർ നമുക്ക് കവർ ചെയ്യാണ്ട്. ഇപ്പൊ ഇതെല്ലാം ട്രെൻഡിലാണ് അല്ലേ? അതെ, വെൽവെറ്റ് വിസ്കോസ്. അത് ഫുൾ ഹാൻഡ് വർക്ക്. ബ്ലൗസ് ഫുൾ 1 മീറ്ററിന്റെ ബ്ലൗസ് ഉണ്ടാവും. ഫുൾ ഹെവി വർക്കോട് കൂടിയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന. അത് ബ്ലൗസ് തന്നെ തയ്ച്ച അടിപൊളി. അതെ അതെ. ഇപ്പൊ ഇത് കുറച്ച് ട്രെൻഡിങ് ആ. ഈ കോളേജ് പിള്ളേരെ എല്ലാവരും അവരുടെ ഫംഗ്ഷൻസ് വേണ്ടി പ്ലെയിൻ സിമ്പിൾ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഉള്ള സാരിയും അതിന്റെ സെയിം അങ്ങനെ ഹാൻഡ് വർക്ക് ഉള്ള ബ്ലൗസും കൂടുതൽ മൂവിങ്. അതെ, ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ വിരിച്ച് നമ്മുടെ ചേച്ചിമാരൊക്കെ വിരിച്ചു വെച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാൻ വേണ്ടിട്ട്. ഇതെല്ലാം നമ്മുടെ സെമി ടസർസ് ഐറ്റംസ് കംപ്ലീറ്റ്. സെമി ടസർ. ഓക്കെ, ഇത് വിത്ത് ബ്ലൗസ് ഇല്ലേ? അതെ, ഇതെല്ലാം വിത്ത് ബ്ലൗസ്. ഇതെല്ലാം വിത്ത് ബ്ലൗസ്. കട്ടായിട്ട് വരതില്ല. അതും ഇത് നമ്മുടെ ഇപ്പൊ കൂടുതൽ കുറച്ച് നല്ല ഫാസ്റ്റ് മൂവിംഗ്. അതെ, ഇത് ഇത്തിരി ട്രെൻഡ് കൂടുതലായി നന്നായിട്ട് മൂവിംഗ് ആട്ടോ. ഇത് ഈ കോളേജ് പിള്ളേർ എല്ലാവരും ഇപ്പൊ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പ്ലെയിൻ സാരി, ഹെവി ബ്ലൗസ്. അതാണ്. പിന്നെ ബ്ലൗസിന് പറയുമ്പോൾ റെഡിമെയ്ഡിന്റെ ബ്ലൗസ് സെക്ഷൻ കൂടി ഉണ്ട്. ആ കാര്യം പറയാൻ വിട്ടുപോയതാ. ഞാൻ കൊടുത്തിരിക്കുന്നതും റെഡിമെയ്ഡ് ബ്ലൗസ് ആണ്. സാരിക്ക് ഇപ്പൊ ബ്ലൗസ് ഇപ്പൊ തയ്ക്കാൻ നേരില്ലാത്തവർക്കാണെങ്കിൽ ഇവർക്ക് ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസിന്റെ അതും എല്ലാം സൈസസ് അവൈലബിൾ ആണ്. അതിലത്തെ ഒരു കളക്ഷൻ ആണ്. ഇപ്പൊ കളർ വൈസ് നോക്കിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത്. സാരിയും ഇവരെ തന്നെയാണ്. ഇതിന്റെ സെക്ഷനിലേക്ക് നമുക്ക് വരാം കേട്ടോ. ഇതും സാരീസിന്റെ കളക്ഷൻസ് നമുക്ക് കാണിക്കാനായിട്ട് ഒരുപാടുണ്ട്. പക്ഷെ എവിടെ നിന്ന് എടുക്കും, എന്ത് കാണിക്കും? അതെ അതെ അതെ, മഡ്കാട്ടസ്. ഇവിടെ വരുമ്പോ കസ്റ്റമേഴ്സിന്റെ ഒരേ ഒരു റിക്വസ്റ്റാ,
സമയം കൊടുത്ത ഐറ്റംസ് ഉറപ്പായിട്ട് കിട്ടും. നിങ്ങൾ രാവിലെ നേരത്തോടെ വരാട്ടോ. അതെ, ഒരു ഫുൾ ഡേ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുഴുക്ക നിങ്ങൾ നടക്കണം എന്ന് ഒരു ആവശ്യമില്ല. ഒരു കടയിലെ തന്നെ എല്ലാ ഐറ്റംസും കിട്ടും. അതെ, അതാ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞല്ലോ, കർച്ചീഫ് തൊട്ട് എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഒരു സ്ഥലത്തേക്ക് പോകണം. പിന്നെ രാവിലെ നേരത്തോടെ വരാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ട് വരുമ്പോഴേക്കും നമുക്ക് സമയം പോണെന്ന് അറിയില്ല. ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മഴ എന്ത് വെയിൽ എന്തെന്നുള്ളത് അങ്ങനെ ഒരു കൺഫ്യൂഷനിലായിരിക്കും നമ്മള്, അല്ലെ? അതെ. പിന്നെ ഇപ്പൊ ഇത് ഇവിടെ കാണുമ്പോ നമ്മുടെ യൂണിഫോം സാരീസാ. ഇതിപ്പോ ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോ നേരത്തെ നമ്മളൊരു കളറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും അവൈലബിൾ ആണ്, അല്ലെ? അതെ, അതിന്റെ ഒരു കളർ കോമ്പിനേഷൻ. ഇനി അങ്ങനെ പോകുമ്പോ ഇത് ഒരു കടല, ഇഷ്ടം പോലെ വെറൈറ്റീസ് നമുക്ക് കടലാണ്, വെറൈറ്റീസ് ഉണ്ടെന്ന് ഇഷ്ടം പോലെ. വന്ന് അങ്ങോട്ട് നമുക്ക് മീനിങ്ങനെ പിടിക്കാന്ന് പറയില്ലേ, അതുപോലെ വന്ന് പിടിക്കണം. ഇത് ഫുള്ള് ക്രീം ബേസിലാണ്. ഇത് നമ്മുടെ ടർക്കിഷ് ഓർഗൻസ. ഇത് ഇപ്പോഴും ട്രെൻഡില്ലേ? ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് എന്നും പോവില്ല. എനിക്ക് ബാപ്റ്റിസത്തേക്ക് ഏറ്റവും ബെസ്റ്റ് സാരി ഇപ്പം ആൾക്കാർ ഹോളി കമ്മ്യൂണിയൻ എല്ലാത്തിലും ഈ ഒരു ടർക്കിഷ് ഓർഗൻസ അതില് കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് ഒക്കെ ബേജ് കളർ, അങ്ങനത്തെ ക്രീം കളർ, ബേജ് കളർ, വൈറ്റ് കളർ, അതിനകത്തുള്ള ഐറ്റംസ് കംപ്ലീറ്റ് മെറ്റീരിയൽ ഒക്കെ ഡിഫറെന്റ് ആണ്. എല്ലാ മെറ്റീരിയൽ ഇപ്പൊ ഇതാവുമ്പോ ഓർഗൻസ ആവും, ഇതാവുമ്പോ സെമി ടെസർ, മട്ക ടെസർ ആവും, മട്ക ടെസറ, അങ്ങനെ എല്ലാ വെറൈറ്റീസും ക്രീം ബേസിൽ ആർക്ക് വേണമെങ്കിൽ ഇത് ഇഷ്ടംപോലെ കിട്ടും നമുക്ക്. അല്ലാത്ത കുറച്ച് വെറൈറ്റി നമുക്ക് ഇനി കാണാം കേട്ടോ. ഇതെങ്ങനെയുണ്ട് പറ, ഇപ്പഴത്തേക്ക് നിന്നോ. അപ്പൊ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം. ഇത് നമ്മുടെ ജോർജറ്റ് മെറ്റീരിയലിലുള്ള ഇപ്പൊ ട്രെൻഡിങ് സാരീസ്, ക്രീം വിത്ത് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ്. അതിൽ വൺ സൈഡ് ബോർഡർ കൂടുതലും, പിന്നെ ചെറിയ ബോർഡർ നമുക്ക് കുത്തണ പോർഷൻ അല്ലേ? ബെൻടെക്സ് ബോർഡർ എന്ന് പറയാറുണ്ടല്ലോ, അതാണ് ഇത്. സോ ഈ ഗ്യാപ്പ് വരുമ്പോൾ ഈ ബെൻടെക്സ്. അപ്പൊ ഇതില് ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് ഇതിലെ ഗ്ലൗസ് ഇത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. ബ്ലൗസ് ഏതാ കളർ ചോദിച്ചാൽ അപ്പൊ എടുത്ത് പറയും നമ്മുടെ എടുക്കണതാ. പിന്നെ ആ സെയിം ബെൻടെക്സ് ബോർഡറിൽ തന്നെ നമുക്ക് ബുട്ട ഉള്ളതും ഇങ്ങനെ ഇതെല്ലാം ഇപ്പൊ കുറച്ച് നല്ല ചെക്ക് ഐറ്റംസും ഇതെല്ലാം കുറച്ച് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. പിന്നെ പ്യൂർ മൽച്ചന്തേരിയില. ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ കാണിച്ചു തരാം. വെറൈറ്റി ഇത് പ്യൂർ മൽച്ചന്തേരിയില, ഇത് ഹാൻഡ് വർക്ക്. ഇവരുടെ ഇതിന്റെ 3 പീസിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പിന്നെ വിട്ടില്ല. അത്രയും അധികം വെറൈറ്റീസ് ആണ് കേട്ടോ. സാരീസിലും അതുപോലെ തന്നെയാണ്, ഭയങ്കര ഉടുക്കാനും കംഫർട്ടാണ്. അതെ, മൽച്ചന്തേരി നല്ല ഇപ്പൊ ഏറ്റവും ഫാസ്റ്റ് മൂവ്മെന്റ്. പിന്നെ ഇത് കുറച്ച് നല്ല ദിവസത്ത് പോവും. ഇത് കുറെ നാളെ ട്രെൻഡില്, പക്ഷെ ഇത് ട്രെൻഡ് അങ്ങനെ നിൽക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിപ്പോ നിങ്ങൾക്ക് 3 പീസിലായാലും ശരി, സാരീസിലായാലും ഇത് കംഫർട്ട് ഇത്തിരി കൂടുതലാണ്. പിന്നെ റിച്ച് ഫീൽ ചെയ്യും, അതാണ് മെയിൻ. എനിക്ക് ആ തുണീന്റെ ഷൈനിങ് ഉണ്ടല്ലോ, അത് എത്ര വാഷ് ചെയ്താലും ആ ഷൈൻ പോവില്ല. സോ അതുകൊണ്ടിട്ട് അത് ഇറ്റ് വിൽ ഓൾവേസ് ബി നമുക്ക് ഇതായിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ ട്രെൻഡിൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സംഭവം. പിന്നെ ഇത് വിസ്കോസ് ജോർജറ്റ് ഉണ്ട്. ഇത് സിമ്പിൾ സാരി ബട്ട് വെരി എലിഗന്റ്. ഇതിനകത്ത് നല്ല ആക്സസറീസ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് ഉണ്ടാ മതി സാരി. അങ്ങനെ ഒരു സിമ്പിൾ, ആർഭാടം വേണ്ട. പിന്നെ ഇതെല്ലാം നമ്മുടെ ലിനനിന്റെ വേറെ വേറെ കോൺസെപ്റ്റ്സാ. ലിനൻ സാരീസ്, ലിനൻ ജൂട്ടും കോൺട്രാസ്റ്റും, ഇത് സെയിം സെൽഫും ഉണ്ട്. ഇതിൽ വേറെ വേറെ പാറ്റേൺസ് ഉണ്ട്. വലിയ ബോർഡർ ഉണ്ട്, അത് സെയിം ബെൻടെക്സ് ബോർഡർ ഉണ്ട്. ഇപ്പൊ കുറച്ച് ട്രെൻഡിങ്. ആദ്യം ഇത് കുറച്ച് നല്ല ട്രെൻഡിങ് ആയിരുന്നു, ഇപ്പൊ ഇത് കുറച്ച് ട്രെൻഡിങ് ആവാൻ തുടങ്ങി. ഇതൊന്ന് അടുത്തേക്ക് വന്നാൽ ഇതിന്റെ തുണി ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒന്ന് കണ്ടാ, ഇത് ലിനൻ ജൂട്ട് എന്ന് പറയാറുണ്ട്. ഇത് ബെൻടെക്സ് ബോർഡേഴ്സും. അതെ, അതാണ് മാറ്റം വരുന്നത്. അത് അടുത്ത് വന്നാൽ തന്നെ ഫീലിംഗ് കിട്ടുള്ളൂ. ഈ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അവിടെ നെറ്റ് ശരിയല്ലെങ്കിൽ ഐറ്റം കളർ ആദ്യം നമുക്ക് കറക്റ്റ് കളർ അറിയുള്ളൂ. ഈ ഒരു കളർ തന്നെ ഒவ்வொரு ക്യാമറയിലും വേറെ വേറെ കളറായിട്ട് വരും. ഫോണും നന്നാവണം, നെറ്റും നന്നാവണം, ഫുൾ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ. അപ്പൊ അത് തന്നെ പരീക്ഷണം വേണ്ട, നേരിട്ട് വരാം. പിന്നെ സൺഡേസും ഓപ്പൺ ആണ്. ഇപ്പൊ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടൂർ പോവാം. ടൂറിന്റെ കേസ് പറഞ്ഞാൽ ആദ്യം. ടൂറിന്റെ കേസ് നമുക്ക് മാർച്ച് 1-ാം തീയതി തൊട്ടിട്ട് സെപ്റ്റംബർ 15-ാം തീയതി വരെ ഉള്ള ടാർഗറ്റ്സ് നമുക്ക് ടൂർ കൊണ്ടുപോകാറുണ്ട്. അത് MNന്റെ ഒരു എക്സ്ക്ലൂസീവ് നമ്മൾ എപ്പോഴും ചെയ്യാറ്. സോ കസ്റ്റമേഴ്സ് അതുകൊണ്ട് തന്നെ തിരിച്ച് നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് അതുകൊണ്ടാണ്. 17 ലക്ഷം, 21 ലക്ഷം, 26 ലക്ഷം, 32 ലക്ഷം അങ്ങനെ ടാർഗറ്റാണ്. സോ ഒവ്വൊരു 17 ലക്ഷത്തിനും ഒരു സ്ഥലത്തിൻ്റെ ഒരു ടിക്കറ്റ് ഓൾ ഇൻക്ലൂഡഡ്. നിങ്ങളുടെ എക്സ്പെൻസസ് മാത്രം നോക്കിയാൽ മതി, പേഴ്സണൽ എക്സ്പെൻസസ്. ബാക്കി ഭക്ഷണമാവട്ടെ, അക്കോമഡേഷൻ, ഫ്ലൈറ്റ്സ് എല്ലാം ഇവിടെ നിന്ന് പോകും. അതും ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 17 ലക്ഷം 20 ലക്ഷം ഒക്കെ പറഞ്ഞു. ഇത് വൺ ടൈം പർച്ചേസിംഗ് അല്ല. മാർച്ച് 1-ാം തീയതി തൊട്ടിട്ട് സെപ്റ്റംബർ 15 വരെ. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇപ്പൊ 10,000 രൂപയ്ക്ക് മേടിച്ചോ, 1,00,000 രൂപയ്ക്ക് മേടിച്ചോ, നിങ്ങളുടെ എത്ര എമൗണ്ട് അത് അവിടെ സിസ്റ്റത്തിൽ കയറും. അത്ര എല്ലാം ബിൽസ് ടോട്ടൽ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പൊ
ഈ ലാസ്റ്റ് 2-3 വർഷമായിട്ട് ഫാമിലി ആയിട്ട് വരാൻ തുടങ്ങി. ഫാമിലിക്കാണത്? ഇല്ല, ഒരു ടിക്കറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അവരുടെ ഇത് ഇപ്പൊ 45 ലക്ഷത്തിന്റെ ടാർഗറ്റ് ആണെങ്കിൽ അവർ 3 ഇതായിട്ട് എടുക്കും. ചെറിയ ടിക്കറ്റ് ആയിട്ട് 3 ടിക്കറ്റ് ആയിട്ട് അങ്ങനെ. അത് എന്താ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. നമ്മൾ അതിലേക്ക് കൈ കടത്തുന്നില്ല, നമ്മൾ ജസ്റ്റ് കളക്ഷൻസ് കാണിക്കാം, വെറൈറ്റീസ് കാണിക്കാം. ഇത് സെയിം ടർക്കിഷ് ഓർഗൻസ ഇപ്പൊ നമ്മൾ ക്രീമിലെ കണ്ടതുപോലെ തന്നെ കളർ ബേസിലുള്ള ആപ്ലിക്കില് ആ ഒരു രീതിയിലാണ് കളറിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? പിന്നെ ക്രീമില് ടർക്കിഷ് ഓർഗൻസയുടെ വെറൈറ്റീസ് അല്ലേ? ഇതൊക്കെ ശരിക്കും ഒരു ക്രിസ്ത്യൻസിന്റെ ഇടയിലായിരിക്കും കൂടുതൽ താരം. ക്രിസ്ത്യൻസും പിന്നെ കോളേജ് സ്റ്റുഡൻസ് സിമ്പിൾ സട്ടിൽ ഐറ്റംസ് ആയതെല്ലാം കംപ്ലീറ്റ് ഫുൾ വർക്ക്. സിമ്പിൾ സട്ടലാ, എനിക്കിത് കണ്ടിട്ട് നല്ല ഹെവി പീസ് ആയിട്ട് തോന്നണേ. കാശ് കൊണ്ടല്ല, ലുക്ക് വൈസ് ഉണ്ട്. ഇതിനും കളേഴ്സ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിപ്പോ ബ്രഷ് പ്രിന്റഡ് ഐറ്റംസ് ആയത്. ബ്രഷ് പെയിന്റ് കേട്ടിട്ടുണ്ട്. അതെ, ഓക്കെ. ഇത് ബ്രഷ് പ്രിന്റ് ഇല്ല, ബ്രഷ് പെയിന്റ് തന്നെ. ഇത് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ബ്രഷ് പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് അല്ലേ? സോ വാഷ് ഒന്നും പ്രശ്നമാവില്ല, ഒന്നും ആവില്ല, പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ഓർഗൻസ ഇത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് ആണോ അല്ലെങ്കിൽ? ഇല്ല, ഇത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ടൈപ്പ്, കുറച്ച് സ്റ്റിഫ്. വണ്ണം കുറഞ്ഞവർക്ക് അവർക്ക് പെട്ടെന്ന് സുഖമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. പിന്നെ ഇത് എനിക്ക് കുറച്ച് കയ്യിൽ കൊണ്ടു തന്നുണ്ട്. ഇത് എന്താ ഉദ്ദേശിക്കണത്? ഓർഗൻസാല എല്ലാ വെറൈറ്റീസ്. ജസ്റ്റ് വന്ന അടുത്ത് ഒന്ന് നോക്കാതാ. ഓർഗൻസയുടെ ഒരുപാടുണ്ട് കേട്ടോ. ഓർഗൻസ എന്ന് പറയുമ്പോ ഇതൊന്നല്ല, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓൺലൈനിൽ കാണാറുള്ള ആൾക്കാരെല്ലാരും ആദ്യം ഇവിടെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് എല്ലാം ചെയ്തതായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഓൺ പ്രോഗ്രാമിംഗ്? എല്ലാം ഓൺ പ്രോഗ്രാമിംഗ്. കളേഴ്സും പിന്നെ ഡിസൈൻസും നമുക്ക് എല്ലാം ചെയ്തിട്ട്. ഇത് സോഫ്റ്റ് ക്രഷ് ഓർഗൻസ. ബോർഡർ ഈ സെയിം ആ ഒരു വർക്കില് ഫുൾ ഓൾ ഓവർ വർക്ക്. ഇത് ഓൾ ഓവർ വർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ കളക്ഷൻസ് തീരുന്നില്ല. പിന്നെ ഈ സെക്ഷൻ ആണെങ്കിൽ ഇവിടെ ഇരിക്കണം. നമ്മൾ അതിന്റെ കുറച്ച് സാമ്പിൾസ് എടുത്ത് കാണിച്ചു. അതിന്റെ കളേഴ്സ് ഇവിടെ ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന അതെ, ഞാൻ ഉടുത്ത കണ്ട ഈ സാരി ആക്ച്വലി ഇത് വിസ്കോസ് ജോർജറ്റ് വിത്ത് ബെന്റെക്സ് ബോർഡർ. കോൺട്രാസ്റ്റ് ബ്ലൗസും കോൺട്രാസ്റ്റിന്റെ കളർ തന്നെ വരുള്ളൂ. ഇത് ഉടുത്ത് വരുമ്പോ ഇതുപോലെ സുന്ദരിയായി മാറുന്നത്. അത് കളേഴ്സ് എന്ന് പറയുമ്പോ എത്ര കളേഴ്സ് എടുക്കണം ഇതിന്? ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ കിട്ടും. ഇനി നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണത് കൊണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കും. കളേഴ്സ് മൂവ്മെന്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോ കളേഴ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന കളർ അല്ലാണ്ട് ഒരുപാട് കോൺട്രാസ്റ്റ് കളർ, പിന്നെ ഉടുക്കാൻ നല്ല സുഖം കേട്ടോ. ആ കാര്യം പറയാണ്ടിരിക്കാൻ. വിസ്കോസ് ആണത് കൊണ്ടിട്ട് തുണിയും എപ്പോഴും ഡാമേജ് ആവില്ല. നമുക്ക് നല്ല രീതിയിൽ ആഫ്റ്റർ വാഷ് കൂടി ഈ സെയിം സോഫ്റ്റ്നെസ് കിട്ടും. എന്നാൽ റീസണബിൾ റേറ്റ് ആണ് ഹോൾസെയിലില്. പുറത്ത് പോകുമ്പോൾ റേറ്റ് കൂടും. ആ റേറ്റിനെ കുറിച്ച് ഞാൻ പറയില്ല. പക്ഷെ ഒരു ഫംഗ്ഷൻ ഒക്കെ ഇട്ട് വരുമ്പില്ലേ, ആരായാലും ഒന്ന് നോക്കി പോകും. അതാണ്. ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കി. ഇതൊക്കെ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. ഇതിപ്പോ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ വേഗം തന്നെ ഇത് വേറെ ഒന്നും നോക്കില്ല, വേഗം എടുത്തു. ഇത് കണ്ട, ഇതൊക്കെയാണ് ഇതിന്റെ ട്രെൻഡ്സ്. അപ്പൊ ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അല്ലേ? കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുന്നത് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ കാഞ്ചിപുരം സാരി വരെ ഇവിടെ കിട്ടും. നമുക്ക് ലോ റേഞ്ച് എന്ന് പറഞ്ഞില്ലേ, അതൊരു നോർമൽ നമ്മുടെ ഷിഫോണിന്റെ സാരി തൊട്ട് നമുക്ക് കാഞ്ചിപുരം സെക്ഷൻ വരെ ഉണ്ട്. ഒരു കല്യാണ പെണ്ണിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാഫിന്റെ സർവീസ്. അത് സൂപ്പർ. ചേച്ചിമാരെ ഒരു കൈ കാണിച്ചോ? കട പറയുമ്പോഴേക്ക് ഇങ്ങനെ എനിക്ക് ചേച്ചിയുടെ സാരി എടുത്തു തന്നത്, ഇത് ഉടുത്താ മതി എന്ന് പറഞ്ഞിട്ട്. ഇത് സെയിം ബെന്റെക്സ് ബോർഡർ ഇപ്പൊ ഇത് നല്ല ട്രെൻഡിങ്. സോ ഈ ബെന്റെക്സ് ബോർഡർ ഇപ്പൊ നല്ല കൂടുതൽ ആൾക്കാർ എല്ലാവരും ചോദിക്കുന്നുണ്ട്. സോ അത് സെയിം നമുക്ക് കുറഞ്ഞ റേഞ്ചിനും നമുക്ക് കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നല്ല സോഫ്റ്റ് സിൽക്കിന്റെ ഈ റേഞ്ചിനും നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടെന്നല്ലേ? ഉള്ള കയ്യിൽ പിടിക്കാൻ പറ്റുന്നത് എടുത്താൽ മതി. ഏതൊക്കെ എടുക്കും, ഏതൊക്കെ കൊണ്ടുവരുന്നു അല്ലേ? അതെ, വാരിയെ കൊണ്ടുവരുന്നത്. സാറ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇതിനെ കുറിച്ച്. അതിൽ വേറെ പാറ്റേൺ അങ്ങനെ തന്നെ നമുക്ക് ബോർഡേഴ്സ് വേറെ പാറ്റേണും പിന്നെ കോപ്പർ ബുട്ടാവും ഇങ്ങനെ നമ്മുടെ ട്രഡീഷണൽ ബോർഡേഴ്സും കാഞ്ചീപുരം ട്രഡീഷണൽ ബോർഡേഴ്സും ഉണ്ട്. സോ ടേസ്റ്റ് വെറൈറ്റി നമുക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയി എടുത്താലും ഈ ഒരു ടേസ്റ്റ് ഉറപ്പായിട്ട് കിട്ടൂലെന്ന് ഞങ്ങൾ അത്രയ്ക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് എടുക്കുന്നത് നമ്മുടെ കളേഴ്സ് മാത്രമാണ്. ഇതിപ്പോ ഞാൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്നത്തെ ദിവസം ഇവിടെ സാറുള്ളത്. അല്ലെങ്കിൽ ഈ സാറിനൊന്നും ഇവിടെ എപ്പോഴൊന്നും കാണാൻ കിട്ടാറില്ല. അവര് ഫുൾ ടൈം ഇങ്ങനെ പിന്നെ പുറത്ത് നമുക്ക് ഇത് കണ്ടിന്യൂസ് നമ്മുടെ പ്രൊക്യൂർമെന്റിലാണ് നമ്മുടെ ഗെയിം കംപ്ലീറ്റ്. ഈ കച്ചവടത്തേക്ക് പ്രൊക്യൂർമെന്റാ. കുറെ പേര് ഇപ്പൊ പുറത്ത് പോവാൻ ഒരു ആഗ്രഹത്തിലുണ്ടാവും.
അതിനകത്ത് ഒരേ ഒരു കാര്യം മാത്രം പറയാം, അവിടെ പോകുമ്പോൾ ഒവ്വൊരു കടയിലും ഒരു ബണ്ടിൽ എടുക്കണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരു ബണ്ടിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യ, സൂറത്തിൻ്റെ സാരി ആണെങ്കിൽ സൂറത്തിൻ്റെ സാരി, സൗത്തിൻ്റെ സാരി ആണെങ്കിൽ നമുക്ക് സേലത്തിൻ്റെ സാരി ആണെങ്കിൽ അതും, കൊൽക്കത്താൻ്റെ സാരി എല്ലാം ചെയ്തിട്ട് ഒരു ബണ്ടിൽ വരാനും. അവർ പറയണേക്കാളും നല്ലത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ബണ്ടിൽ 2 ബണ്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ 1 ലക്ഷത്തിന്റെ മെയിൻ ഉദ്ദേശം വെച്ചിട്ടാണ് പുറത്തേക്ക് പോകണമെന്ന് വെച്ചാൽ പോയിട്ട് ഒരു കാര്യം. എന്താ കാരണം വെച്ചാൽ ഹോട്ടൽ സ്റ്റേ അതിന്റെ പൈസ, ട്രാവലിംഗ്, നമ്മൾ ഷോപ്പാണെങ്കിൽ ഷോപ്പിന്റെ അവിടെ നിന്ന് മാറി നിൽക്കണം. ഇവർക്കെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ബാക്കപ്പ് ഫുൾ ഫാമിലി ഇവിടെ തന്നെയാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല, സ്റ്റാഫിനെ നിർത്തിയിട്ട് വേണം പോകാൻ. അപ്പൊ ചിലപ്പോൾ ഒരു 10 days ഒക്കെ മാറി നിൽക്കാന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. അതിന്റെ ഇടയിൽ ഈ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്, ട്രാവലിംഗിന്റെ എക്സ്പെൻസ്, ഫുഡ്, ഇതൊക്കെ ഇത് ഈ നമ്മുടെ ഈ ഒരു ഡ്രസ്സിലൊക്കെ കയറണത്. അപ്പൊ എത്രയും കുറച്ച് കൊടുത്താൽ അത്രയും കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ അത് മാത്രമല്ല വെറൈറ്റി കൂടി. വെറൈറ്റി ഇവിടെ ആവുമ്പോ ഒരു ബണ്ടിലിന് എടുക്കുമ്പോ 100 സാരി ആവുമ്പോ എല്ലാ സ്ഥലത്തിന്റെ ഐറ്റംസ് മിക്സ് ആവും. അവിടെ പോകുമ്പോ അങ്ങനെയല്ല, ഒവ്വൊരു കടയിലും നിങ്ങൾ മിനിമം ഒരു ബണ്ടിൽ എടുത്താലേ നിങ്ങൾക്ക് ഐറ്റംസ് കിട്ടുള്ളൂ. സോ ഒരു കടയിൽ ഒരു ടേസ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് ഒരു ടേസ്റ്റ് മാത്രമേ നമുക്ക് 100 പീസ് എടുത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ഇങ്ങോട്ട് വരാം. ഇവിടെ വന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് പൊക്ക, എവിടെ കാണിച്ച് പൊക്ക. അപ്പൊ പുറത്തേക്ക് പോണ്ടി വരില്ല. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 2 ബണ്ടിൽ തലയിൽ വെച്ചിട്ട് വേണം പോവാനായിട്ട്. ഇനി വരുന്നത് ഐറ്റംസ്, അതന്നെ ബെൻടെക്സ് ബോർഡറിൽ തന്നെ ബുട്ടാവും പിന്നെ ചെക്സും ഉള്ള ഐറ്റംസ്. പിന്നെ കളർ കോമ്പിനേഷൻ നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കളർ കോമ്പിനേഷൻ ആണ് കംപ്ലീറ്റ്. പിന്നെ ഭയങ്കര സോഫ്റ്റ് സിൽക്ക്, ഇതെല്ലാം സോഫ്റ്റ് സിൽക്കാ, കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ചെക്സ്, ഇത് നമ്മുടെ സെമി ടസർ തുണിയിലെ ചെക്സ്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പല്ലു തന്നെ കാണണം. ഒരു ഇത് ബോർഡർ ഇല്ല, ഇത് ബോർഡർ ഇല്ലാത്തതാ. ഒരു ചെറിയ ഒരു പൈപ്പിംഗ് ബോർഡർ മാത്രം ഉണ്ടാവും. പിന്നെ പല്ലു ഇങ്ങനെ വരും. ഇത് ഇട്ടാ തന്നെ അറിയാം ഒരു കാശുള്ള വീട്ടിൽ ആണെന്നുള്ളത് ഒരു ഫീലിംഗ് അപ്പൊ തന്നെ അവിടെ വരുന്ന ഇതാണ്. അങ്ങനെ പിന്നെ ഇത് ഓരോരോ സെക്ഷൻ വൈസ് ആണ്. ഇത് ബ്രൊക്കേറ്റ് നമ്മുടെ കല്യാണ പെണ്ണിന്റെ ഞാൻ പിടിച്ചുട്ടാ. ഇവിടെ അയ്യോ വേണ്ട ഇങ്ങനെ കാണിക്കാം, കുഴപ്പമില്ല. അത് അതിന്റെ ഉള്ളിൽ പെട്ടുപോയി. ഇത് കല്യാണ പെണ്ണ്, നമ്മുടെ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു കളർ ഒന്നും വന്ന് അടുത്തേക്ക്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ സെൽഫ് ഡിസൈൻ ഉണ്ട്. അത് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. മുന്നിൽ കൂടെ കാണുമ്പോൾ പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ നല്ല സെൽഫ് ഡിസൈനോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ 4 5 കളർ നമ്മൾ എന്തായാലും നമ്മൾ പിക്ക് ചെയ്തിരിക്കണം. ആ കാര്യത്തിൽ ഒരു ഇതില്ല. അതെ, കാരണം കച്ചവടക്കാർക്കാണല്ലോ. ഇതാ പ്യൂർ മെസ്സറൈസ് കോട്ടണിൽ ജരി വർക്ക് ഉള്ളത് കംപ്ലീറ്റ് വെഡിങ് സ്റ്റൈൽ ഐറ്റംസ് ആ ഇതെല്ലാം കംപ്ലീറ്റ്. വെഡിങ് ഒക്കെ അല്ലേ? സൂപ്പർ. പിന്നെ ഈ കളർ നോക്ക്, ബ്ലാക്ക്. ഇത് ട്രെൻഡ് നല്ല ബ്ലാക്കും ബ്ലാക്ക് റെഡും. പണ്ടത്തെ ആൾക്കാർ ആരും സാരി ബ്ലാക്കിൽ ഇടാറില്ല, ഇപ്പൊ എല്ലാരും ബ്ലാക്ക്. പണ്ട് നമ്മള് ബ്ലാക്ക് പറയുമ്പോ അയ്യോ അത് മോശമാണെന്നുള്ള ഇതില് ബ്ലാക്ക് മാറ്റി വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഏതൊരു ഫംഗ്ഷനും നോക്കിയാലും നിങ്ങൾക്ക് ആദ്യം കാണുന്നത് ബ്ലാക്ക് ആയിരിക്കും. അതാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു കടല. നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ എത്ര വീഡിയോ ഇട്ടാലും അത്ര വെറൈറ്റി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കുമ്പോ എനിക്കൊരു 1 മാസത്തേക്ക് വീഡിയോ എടുക്കാനുള്ളതുണ്ട്. എന്ന് വെച്ചാൽ 30 വീഡിയോ ഇവിടെ തന്നെ നിന്നാ എനിക്ക് കിട്ടും. അത്ര അധികം ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നത് ഞാൻ തീർത്ത് തരാം. എന്തായാലും നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസിന്റെ ഒരു മുകളിലേക്ക് പോവാം. എന്നെ കണ്ടപ്പോഴേക്കും നമ്മുടെ ബെന്നിയേട്ട എനിക്ക് വേണ്ടി ചായ കൊണ്ടുവന്നു. എന്റെ പൊന്നെ, ചായയുടെ ഏറ്റവും മെയിൻ അതല്ലേ വേണ്ടത്. അടിപൊളിയല്ലേ? സുഖല്ലേ? കഴിഞ്ഞ ഓണത്തിനേക്കാളും ഒരു ഇരട്ടിയും കൂടെ കൂടുതൽ ബിസിനസ് ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട് കഴിഞ്ഞ ഓണത്തേക്കാളും. എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻസ് ഒക്കെ? നല്ല പുതിയ മതി, അത്രയും കേട്ടാ മതി. എല്ലാ കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. ബെന്നിയേട്ടനെ കണ്ടിട്ട് ഒരു ഉമ്മ കൊടുക്കാണ്ട് ശരി. അപ്പൊ ചായ കുടിച്ചിട്ട് ഞാൻ ബ്ലൗസിന്റെ സെക്ഷനിലേക്ക് കിടക്കാൻ നോക്കുന്നത്. ഇതാണ് നമ്മുടെ പാവാടേരിയും അതുപോലെ തന്നെ സാരീസ് കണ്ട് സാരീസ്ക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് 2 ഐറ്റംസ്. ഇത് മാത്രമല്ല കേട്ടോ, ഇന്നർ വെയറും ഉണ്ട്. അത് നമ്മൾ ഇത് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ്? ഇവിടെ നമുക്ക് അണ്ടർസ്കേർട്ട്, നമ്മുടെ റെഗുലർ കോട്ടൺ അണ്ടർസ്കേർട്ട് ഉണ്ട്, പോപ്ലിനിന്റെ ഷേപ്പ് വെയർ ഉണ്ട്. ഇങ്ങോട്ട് ഒരു കോണി മൊത്തം ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലൗസിന്റെ ഒരു കൂമ്പാരം, ഏത് കളേഴ്സ് വേണമെങ്കിലും പിക്ക് ചെയ്യാൻ പറ്റും, സൈസ് വെച്ചിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇവരെ കോട്ടൺ, പോപ്ലിന്, ഷേപ്പ് വെയർ എല്ലാ ഐറ്റംസും സാരീസ്ക്കുള്ള വേണ്ടിയ ഐറ്റംസ്. ഷേപ്പ് വെയർ എടുക്കാൻ കിട്ടും. ഓക്കെ, ഇനി ഒന്നും പുറത്തേക്കൊന്നും പോകണ്ട. അതുപോലെ തന്നെ സ്കേർട്ടുകള്, ഇങ്ങനത്തെ വെറൈറ്റീസ്. അപ്പൊ സ്കേർട്ടിലും സൈസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൗസിന്റെ കുറച്ച് വെറൈറ്റീസ് ഇപ്പൊ ഫാൻസി. ഇതെല്ലാം സ്ട്രെച്ചബിൾ ഐറ്റംസ് ആ. സ്ട്രെച്ചബിൾ ബ്ലൗസസ് ഇപ്പൊ പറയാറുണ്ട്. അതെ, ഞാൻ കൊടുത്തിരിക്കുന്നത് സ്ട്രെച്ചബിൾ തന്നെയാ. വെരി കോസ്റ്റ് എഫക്റ്റീവ്,
ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത കാട്ടിലും ഇപ്പൊ ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വെറൈറ്റി ഇതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലുക്ക് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ കളേഴ്സ് ഇഷ്ടമുള്ളത് എടുക്കാം. പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൈസസും ഉണ്ട്. ഇത് ബെനീനാന്ന് പറഞ്ഞ വലിച്ച ആർക്ക് വേണമെങ്കിലും ഇടാൻ പറ്റില്ല സൈസസ് ആണ്. L, XL, XXL, XXL, 4XL വരെ ഉണ്ട്. ഓ അപ്പൊ ഞാൻ കാശ് കൂടി ലാഭമായി. അതെ, ഇതെല്ലാം ഇപ്പോ ഹാൻഡ് വർക്ക് ഉള്ളത്. ഹാൻഡിൽ വർക്കില്ല ഇത്. പിന്നെ സ്റ്റിക്കർ പ്രിന്റിന്റെ ഐറ്റംസ്. സ്റ്റിക്കർ പ്രിന്റ് ഇപ്പൊ ഇത്തിരി ട്രെൻഡ് പോകുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് സെറ്റ് മുണ്ട് സെറ്റ് സാരിയിലൊക്കെ കാണാം, ധോത്തീസിലും കാണാം. നന്നായിട്ട് മൂവിങ് ആയിട്ട്. ഇനി നമ്മുടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോളേജ് ആൾക്കാർക്ക് ഇടാനുള്ള സ്ലീവ് ഉണ്ട്, വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ പ്യൂർ തുണിന്റെ ഇതാ, സ്ട്രെച്ചബിൾ ഇല്ല. ഇത് നമുക്ക് സൈസ് വൈസ് കിട്ടും. 34, 36, 38. അപ്പൊ മേടിക്കുന്ന ഓൾട്ടർ ചെയ്താൽ മതി. അതൊക്കെ നിങ്ങൾ കസ്റ്റമറോട് പറഞ്ഞാൽ മതി. അങ്ങനെ പിന്നെ വിത്ത് പാഡഡ് ആണ്. ഇതിലും സൈസസ് അവൈലബിൾ ആണ്. വിത്ത് ലട്കനൊക്കെ, അതും റീസണബിൾ റേറ്റിനാണ് ഇത് കിട്ടുന്നത്. നമ്മുടെ ഓണത്തിന്റെ സാരിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഗോൾഡനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് കളറായിരിക്കും മാച്ചിങ് ആവാം. എന്തായാലും ഗോൾഡും. പിന്നെ അതുപോലെ തന്നെ ടീനേജിന്റെ ഇടയിൽ നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ വരുമ്പോ ഈ സ്ലീവ്ലെസ് കടയിൽ കൊണ്ടുവയ്ക്കാൻ മറക്കണ്ട അല്ലേ? അത് ഇത് കൂടുതൽ ഇതിനകത്തുള്ള കളേഴ്സ് എല്ലാം പ്രത്യേകിച്ച് നമ്മുടെ കേരള സാരി കസവും പിന്നെ കറയും വരാറുള്ള കളേഴ്സ് മാച്ച് ചെയ്തിട്ട് വരാനുള്ള അങ്ങനത്തെ കളക്ഷൻസ് ആണ്. അതും വിത്ത് പാഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് ബ്ലൗസിന്റെ കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഈ ഓണത്തിന്റെ പറഞ്ഞില്ലേ നമ്മൾ ക്രീം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ. ക്രീം ബേസിൽ വരുന്ന ഒരു കളക്ഷൻ ഷേപ്പ്, പിന്നെ സ്ട്രെച്ചബിൾ ഷേപ്പ്. ഇതിൽ കളേഴ്സും അവൈലബിൾ ആണ്. കളേഴ്സ് അവൈലബിൾ ആണ്. കോട്ടണും ഉണ്ട്, ഇങ്ങനെ സ്ട്രെച്ചബിളും ഉണ്ട്, സൈസും ഉണ്ട്, ലൈക്രയിലും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാരിക്ക് പറ്റിയിട്ടുള്ള പിന്നെയും വന്നു നമ്മുടെ ബെന്നി ചേട്ടൻ. എന്താണ് കേട്ടില്ല? എന്താ സാറിനെ കാണാൻ വേണ്ടി ചെന്നാ. സാറിന് ബാബു സാറിന്. ഓക്കെ, അപ്പൊ നടക്കട്ടെ. അപ്പൊ ഇനി നമുക്കൊന്ന് മുകളിലേക്ക് പോയാലോ? മുകളിലേക്ക് പോകുമ്പോ ഇതൊന്ന് നോക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. ഇത് ഒന്ന് നോക്കിക്കോ, ഫുൾ കളക്ഷൻസ് ആണ്. അതിൽ പോലെ തന്നെ താഴ്ത്തത് ഒന്നുമല്ല മക്കളെ. ഇതാ ഇപ്പുറത്ത് നോക്ക്, ഈ ഒരു കോണിയും വെറുതെ വിട്ടിട്ടില്ല. എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പൊ വരാ, നോക്കാ, ഇഷ്ടപ്പെട്ടത് കയ്യോടെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഓണത്തിന്റെ ആ ഒരു കുറച്ച് ദിവസം മുന്നേക്ക് വെക്കണ്ട, വരാ നേരത്തോടെ. കാരണം എന്താ വെച്ചാൽ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നമ്മൾ ഓണത്തിന്റെ അടുക്കും തോറും കളക്ഷൻസ് കുറയാൻ തുടങ്ങി. ഇനി നമ്മുടെ പ്രൊഡക്ഷൻ ആണ്, അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രൊഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ മിക്കവാറും എല്ലാം ഫിൽ ചെയ്ത് വെക്കും. ബട്ട് എങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ വന്നു കഴിഞ്ഞാൽ 100% കിട്ടാനുള്ളതും 90% കിട്ടാനുള്ള ഒരു വേരിയേഷൻ. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരോ പെർസെന്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നേരത്തോടെ വരാൻ ശ്രമിക്കാട്ടോ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നമുക്ക് മുകളിൽ പോയിട്ട് പറയാം. എന്തായാലും പോവാം. ഇവിടെയും നിറവ് ഇങ്ങനെ. അപ്പൊ ലൈനിങ്ങിന്റെ ബ്ലൗസിന്റെ ലൈനിങ് ആണ് ഇത്. 2x2 നമ്മുടെ ബ്ലൗസിന്റെ ലൈനിങ്, ടോപ്സിന്റെ ലൈനിങ് അതെല്ലാം നമ്മുടെ MN ക്യാഷ് ആൻഡ് ക്യാരി ഉണ്ട്. ക്രേപ്പ് ലൈനിങ് ഉണ്ട്, തിരുപ്പൂറിന്റെ ഐറ്റംസ് ഉണ്ട്, പിന്നെ റാസി കാവ്യ, അങ്ങനെ നമ്മുടെ വേറെ സെപ്പറേറ്റ് വിംഗും സെപ്പറേറ്റ്. അങ്ങനെ ഒരു ചെറിയ കടയും കൂടി ഉണ്ട്. എല്ലാ ലൈനിങ്ങും ഉള്ളത്. അങ്ങനെ ഒരു ചെറിയ കടയുണ്ട്. കാണുമ്പോ ഭയങ്കര എളിമട്ടാ. അതുപോലെ തന്നെ ഇനി തുടങ്ങാൻ പോണത് നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ്. റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ A to Z മെയിൻ ഫാബ്രിക് തൊട്ട് നമുക്ക് ലൈനിങ് എല്ലാ ഐറ്റംസ്. ഇപ്പൊ ഷർട്ടിന്റെ മെൻസ് വെയറിന്റെ ആയാലും നമുക്ക് എല്ലാ ഐറ്റംസ് പോവാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വിചിത്രാല ഫോയിൽ പ്രിന്റിന്റെ ബാവഞ്ചി ബോർഡറും അങ്ങനെയുള്ള ബോർഡേഴ്സ് ഉള്ളതാ. ഇത് ബോർഡർ ഇല്ലാത്തത്, ഇത് ബോർഡർ ഉള്ളത്. ഇപ്പൊ ധാവണിയിലെ കൂടുതൽ പോറ ഐറ്റംസ്. അതെ, ധാവണി, സാരീസ് എന്തിനു വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ ഇതൊക്കെ ബ്ലൗസിന്റെ മെറ്റീരിയൽസ്, ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ്. അതിൽ ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് കളേഴ്സും അവൈലബിൾ ആണ്. ഇവിടെ വന്നൊന്ന് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സാക്ട് നിങ്ങൾക്ക് ഡിസൈൻസ് ഒന്നും അറിയില്ല, എന്നാലും ഏകദേശം കുറച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാ ഇതൊക്കെയാണ് നമ്മുടെ ടിഷ്യൂസിൽ വരുന്നത്. നമ്മുടെ ഇപ്പൊ മെയിൻ ആയിട്ട് ഓണത്തിന് വേണ്ടി പോവാറുള്ളത്. പിന്നെ കോട്ടൺ ബ്രൊക്കേഡിന്റെ, കോട്ടൺ ജക്കാർഡിന്റെ ഉണ്ട്. നമ്മുടെ റെഗുലർ 2x2 ബ്ലൗസസ് ഉണ്ട്. ഇതൊക്കെ ഈ ബൾക്ക് അങ്ങനെ തന്നെ 50 പീസിന്റെ ഉണ്ട്, 100 പീസിന്റെ ഉണ്ടാവും. പിന്നെ വരുന്നത് നമുക്ക് പാന്റ് ഒക്കെ തയ്ക്കാനുള്ളത്. ഇത് നമ്മുടെ കോട്ടൺ ലൈക്രാവും കോട്ടൺ ഇതും. അതെ. പിന്നെ എന്താ കോണി പോവാ, ഞാൻ അത് നോക്കണം. അവിടെയും ലൈറ്റിങ് നിറഞ്ഞിരിക്കാണ്. 2x2 ഇത് ജക്കാർഡ്. അത് പോപ്ലിനും പിന്നെ താഴെ ഉള്ളത് നമ്മുടെ കോട്ടൺ ജക്കാർഡ്. അപ്പൊ നമ്മുടെ സ്കേർട്ടിന്, അണ്ടർ സ്കേർട്ടിനൊക്കെ ഉള്ള പോപ്ലിൻ മെറ്റീരിയൽസും ഉണ്ട്. ഇത് ബ്ലൗസ് തേക്കാനുള്ള ജക്കാർഡും ഉണ്ട്. പിന്നെ നമ്മൾ വരുന്ന ഒരു വലിയൊരു ലോകത്തേക്കാണ്, റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു ലോകത്തേക്കാണ്. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്നത് മൊത്തം മെറ്റീരിയൽസ് മാത്രം. അത് എന്താ പറയാ, കലാന്നൊന്നല്ല. ഇവിടെ വരുമ്പോഴേക്കും നമുക്ക്
നമുക്ക് കലയൊക്കെ തന്നെ വരും, ടാലന്റ് ഒക്കെ തന്നെ വരും അല്ലേ, ഫാബ്രിക് കണ്ടിട്ട് എടുത്താലേ നമുക്ക് ഇതിന്റെ ഒരു ഇത് കുറെ സ്റ്റിച്ചിങ് യൂണിറ്റ്സ് വരാറുണ്ട്. കസ്റ്റമേഴ്സ്ക്ക് തന്നെ ടോപ്പ് വെട്ടി വേണ്ടിയ മെറ്റീരിയൽസ് ഉണ്ട് എല്ലാം. ഇപ്പൊ ഓണത്തില് ഫോർ എക്സാമ്പിൾ ടിഷ്യൂല് ഡിജിറ്റൽ പ്രിന്റ്സ് ദാമിനി സെറ്റൊക്കെ വേണ്ടി ഇത് ഇപ്പൊ ട്രെൻഡ്, ഇതും ട്രെൻഡ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിജിറ്റൽ പ്രിന്റ്, കസവ്, ടിഷ്യൂ, കോട്ടൺ, ഇതൊക്കെ ഇതിന്റെ തന്നെ ഒരുപാട് പ്രിന്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ തന്നെ അതിന്റെ തന്നെ കളർ ബേസിലുള്ള കളറും ഇറക്കിയിട്ടുണ്ട് അല്ലേ. കളറും അങ്ങനെ ഇതൊക്കെ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടുള്ളത്. അല്ലാത്ത കളക്ഷൻസ് നല്ല ക്വാളിറ്റി കോട്ടൺ സാറ്റൻ ബോട്ടംസ്ക്ക് വേണ്ടി പ്രീമിയം ക്വാളിറ്റി. ഷർട്ടിനും പോകണ്ട് നോട്ട് ദി പോയിന്റ് അതാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ നോക്കിയാൽ ഇവിടുന്ന് ഫുൾ കാണുന്നത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസ് മാത്രം. അതിലെ കോട്ടണിൽ തന്നെ ഇത്രയും അധികം വെറൈറ്റീസ്. ഈ കാണുന്നത് മൊത്തം ഇൻഡിഗോ ബ്ലൂവും ഇതെല്ലാം കോട്ടൺ 60s കോട്ടൺസ് ആ കംപ്ലീറ്റ്. ഇൻഡിഗോ ബ്ലൂ ഉണ്ട്, അജ്രക് ഉണ്ട്, ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് സൈക്കിൾ സിമ്പിൾസ് ഇപ്പോൾ കുറച്ച് കൂടുതൽ പോകുന്നുണ്ട്. പിന്നെ കോഡ്സെറ്റിന് വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്രിന്റ്. പിന്നെ ഇപ്പോൾ കുറച്ച് ഇത് ഒരുപാട് വിറ്റിട്ടുണ്ട് ഇവര്, ഒരുപാട് അത്രയധികം പോകുന്ന ഒരു മെറ്റീരിയൽ ആണ്. ആ ഒരു പ്രിന്റിലാണ് കാശ്. പിന്നെ വരുന്നത് മെയിൻ മെഡ്രാസ് ചെക്ക് ഉണ്ടായിരുന്നത്, അത് വരാൻ തീർന്നുണ്ട്. സോ അത് ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര ഡിമാൻഡ്. അതുകൊണ്ട് എവിടെയും കിട്ടുന്നില്ല, പ്രൊഡക്ഷൻ അത്രയ്ക്ക് നടക്കുന്നില്ല, പട്ടിന് ഡിമാൻഡായി. അതെന്ന് ഒരു 10-20 കളർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ചെക്ക് പാറ്റേണിൽ വരുന്നതാണ് മദ്രാസി ചെക്ക് കോട്ടൺ. അത് ഇപ്പൊ എന്താ എനിക്കറിയില്ല, ഇത് പക്ഷെ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി ട്രെൻഡായി. എല്ലാത്തിലും ധാവണിയിൽ അടിക്കുന്നുണ്ട്, ബ്ലൗസസിൽ അടിക്കുന്നുണ്ട്, ഷർട്ടിൽ അടിക്കുന്നുണ്ട്, വെസ്റ്റേൺ വെയർ ആയിട്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് വരെ പണ്ടും ഉണ്ടായിരുന്നു. ഇത് പണ്ടത്തെ ഐറ്റംസ്. ബട്ട് അങ്ങനെ ട്രെൻഡ് പട്ടിന് പോകുമ്പോ നമുക്ക് പ്രൊഡക്ഷൻ അത്രയ്ക്ക് ഉണ്ടാവില്ല. എല്ലാവരും രാവിലെ തൊട്ടിട്ട് ചോദിക്കരുത് മെഡ്രാസ് ചെക്ക് ഉണ്ടാണ്. ഉണ്ട്, എല്ലാ ദിവസവും വിളിച്ചോ, എന്നെ കിട്ടുവാണെങ്കിൽ ലക്കി ഇരുന്നെങ്കിൽ ഉറപ്പായിട്ടും. അതെ, അപ്പൊ രാവിലെ വരാൻ കിട്ടാണെങ്കിൽ കൊണ്ടുപോക്കോ, അത്ര പറയാനുള്ള. അല്ലാണ്ട് ഇവിടെ മെറ്റീരിയൽസ് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്? നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, സ്ലബ്സ് ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ. ഇപ്പൊ ഇത് ഷിമ്മറിന്റെ നല്ല ഷിമ്മറിന്റെ ടൈഗർ പ്രിൻസ്, പിന്നെ ക്രഷ് ജോർജറ്റ്, അതിലും കളേഴ്സ് ഉണ്ട്. ഇതിപ്പോ ഇതിൽ എത്ര മീറ്റർ ഉണ്ടാവും? 20-30 ഈ 20 മീറ്റർ അങ്ങനെ തന്നെ. ഇപ്പൊ ഇതാകുമ്പോ മീറ്റർ കൂടുതലായിരിക്കും. ഇല്ല, അത് 17 മീറ്റർ കൂടുതൽ. 17 മീറ്ററേ ഉള്ളൂ. ഇത് വെയിറ്റ് കൂടുതൽ. തുണി ക്വാളിറ്റി അങ്ങനത്തെ ഇത് വെച്ച് നോക്കുമ്പോ മൽചന്തേരിയിലെ വർക്ക് ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് സാറ്റൻ ഒരുപാടുണ്ട്. നെറ്റ് ജോർജറ്റിലെ ഫുൾ സീക്വൻസ് വർക്ക്സ്. അപ്പൊ ഇത് എടുക്കുമ്പോ ഫുൾ എടുക്കണം. അത് ഇവിടെ കട്ടായിട്ട് അങ്ങനെ മുറിച്ചെടുക്കില്ല. നമുക്ക് സിംഗിൾ ആയിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാൻ അങ്ങനെ ഇല്ല. ഹോൾസെയിൽ മാത്രമല്ലോ, കച്ചവടക്കാർക്ക് മാത്രമല്ലോ, അല്ലെങ്കിൽ യൂണിറ്റുകാർക്കും വരാൻ പറ്റും. ബൾക്കായിട്ട് ക്വാണ്ടിറ്റി നമ്മൾ തയ്ച്ചു കൊടുക്കണം ആൾക്കാർക്ക് കേട്ടോ. പിന്നെ സാറ്റനിലെ ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് വരുന്നത്, പിന്നെ ഫാൻസിയിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ കളക്ഷൻസ്. ഈ ഒരു ഫ്ലോറിൽ ആക്ച്വലി എന്തൊക്കെ ഐറ്റംസ് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക്? ഈ ഫ്ലോറിൽ നമുക്ക് ഡ്രസ് ചുനിദാർ മെറ്റീരിയൽസ് ഉണ്ട്, റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്, ദുപ്പട്ടാസ് ഉണ്ട്, പിന്നെ ഓണത്തിന്റെ ട്രെൻഡിങ് കേരള സാരി സെറ്റുമുണ്ട്, ബെഡ്ഷീറ്റ്സ്, പുതപ്പ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനിയും 2-3 ഫ്ലോർ ഉണ്ട്. ഇത് നമ്മൾ പിന്നെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും മൽചന്തേരിയുടെ ഒരു ഡിസൈൻ ആണ്. ഇപ്പൊ ഇതിൽ ഒരുപാട് ഡിസൈൻസ്, അതുപോലെ തന്നെ ബീഡ് വർക്കിലും വരുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ക്രൊയേഷ്യ ബോർഡർ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ. അതെ, ഇതും ഇതിന് പോണതാ വെസ്റ്റേൺ വെയറിലെ പോകുന്നുണ്ട്, 3 പീസിലെ പോകുന്നുണ്ട്, 2 പീസിലെ എല്ലാത്തിലും. ഇത് ഇങ്ങനെയും തയ്ക്കുന്നുണ്ട് ആൾക്കാർ, ഇങ്ങനെയും തയ്ക്കുന്നുണ്ട്. തയ്ക്കാൻ അറിയുന്നവർക്ക് അറിയാട്ടോ അത് എങ്ങനെയൊക്കെയാ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കളക്ഷൻ അല്ലാണ്ട് നമുക്ക് ഓണത്തിന്റെ സെക്ഷനിലേക്കാണോ അൺസ്റ്റിച്ചഡ് ആണ്? അൺസ്റ്റിച്ചഡിലേക്ക് പോവാം. അൺസ്റ്റിച്ചിന്റെ സെക്ഷൻ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറാം അല്ലേ? എവിടെ കയറാം? ഓക്കെ, വരൂ. സോ അൺസ്റ്റിച്ചഡിന്റെ മെറ്റീരിയൽ. പിന്നെ നൈറ്റി ബിറ്റ്സ്. നൈറ്റി റെഡിമെയ്ഡ് അത് വേറെ സെക്കൻഡ് ഫ്ലോറിലുണ്ട്. അതിന്റെ ബിറ്റ്സ്. അപ്പൊ ഇത് മെറ്റീരിയലിന്റെ സെക്ഷൻ അപ്പൊ ഈ ബിറ്റ്സ് എത്ര മീറ്റർ ആയിരിക്കും? ഇത് 2.8 ഉണ്ട്, 3 ഉണ്ട്, 3.2 ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതില് വിത്ത് ദുപ്പട്ട അടക്കമുള്ളതുകൊണ്ട് ദുപ്പട്ട ഉള്ളതുണ്ട്, ദുപ്പട്ട റണ്ണിങ് മെറ്റീരിയൽസ്. പിന്നെ വരുന്നത് ഇപ്പുറത്തെ സെക്ഷനില് ഇതാണ് നമ്മുടെ ചുനിദാർ മെറ്റീരിയൽ തുടങ്ങുന്ന ഒരു സെക്ഷൻ. മീഡിയം റേഞ്ച്, കുറഞ്ഞ റേഞ്ച്, അങ്ങനെ ഇവിടെ തുടങ്ങും. എല്ലാ തുണിയിലും മൾട്ടി വർക്ക്. അങ്ങനെ ഇത് നോക്കി ഈ കാണുന്നത് മൊത്തം ഇവിടുന്ന് ഇങ്ങോട്ട് ഫുൾ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിന്റെ വർക്കുകൾ. ഇതും നമ്മുടെ കാർത്തിക് സാർ ഓൺ പ്രോഗ്രാമിംഗ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മറ്റേ സാറ് ഏതൊക്കെയാ? റെഡിമെയ്ഡ് കംപ്ലീറ്റ്. ഭരത് സാറ് റെഡിമെയ്ഡും കിഡ്സും ജെൻസും കിഡ്സും എല്ലാ റെഡിമെയ്ഡ് പുള്ളി നോക്കാറുണ്ട്. ടെക്സ്റ്റൈൽസ്
ഓക്കെ. സോ ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടാസ് വെച്ചിട്ട് ദുപ്പട്ട പ്യുവർ ആണല്ലേ? നല്ല അതെ, PF CF എന്ന് പറയാറുണ്ട്. അതെ. നമുക്ക് നല്ല ദുപ്പട്ട. അപ്പൊ എങ്ങനെ അൺസ്റ്റിച്ച് ഇത് ഇതിന്റെ മാച്ചിങ്? അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചിങ് ഇട്ടാലും ദുപ്പട്ട ഇല്ലെങ്കിലും ഇപ്പൊ ദുപ്പട്ട ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇതിന് വർക്കും ധാരാളം എന്ന് പറയാ, കാണാനായിട്ട് തന്നെ. നമുക്ക് ഇനി എവിടെയാ ഒരു സൈഡിൽ നിന്നിട്ട് ഒരു സൈഡ് പോയിട്ട് നമുക്ക് അവിടെ കുറച്ച് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നോക്കിയിട്ട് പൊക്കോളൂട്ടോ. കാരണം എന്താ വെച്ചാൽ ഫുൾ വെറൈറ്റീസ് ഉണ്ട്. അൺസ്റ്റിച്ചഡിന് മാത്രമാണ്. ഇപ്പുറത്തും നോക്കുകയാണെങ്കിൽ ഫുൾ അൺസ്റ്റിച്ചഡിന്റെ ഒരു കളക്ഷൻസ് തന്നെയാണ് കോട്ടണില്. ഇല്ല, ഇത് ക്രേപ്പ് വിത്ത് ദുപ്പട്ട. ഇതൊരു ഫീലിംഗ് വേറെ തന്നെ, ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ഐറ്റംസ്. ഷ്രിങ്കേജ് ഉണ്ടാവുള്ള നല്ല ബാട്ടിക് ഡിസൈൻസ് ക്രേപ്പ്. ഇത് ലാസ്റ്റ് ഇത് കുറയുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ബട്ട് ഇല്ല, ഇന്ന് വരെ എപ്പോഴും ട്രെൻഡ്. എപ്പോഴും ഈ ക്രേപ്പിന് ഒരു റേറ്റ് തന്നെയാണ്. അങ്ങനെ തന്നെ ഉണ്ടാവും. നല്ല ഒരു ഫീൽ. ഞാനും 2 എണ്ണം എടുക്കണം, കുറഞ്ഞിട്ട് വേണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇത് കുറയില്ല. ഒറിജിനൽ ബാട്ടിക് ആണത് കൊണ്ടിട്ട് തന്നെ ആ ഒരു ഫീൽ ഡിഫറെന്റ്. നമുക്ക് ശരിക്കും ഡിജിറ്റൽ പ്രിന്റ് അടിക്കാനുള്ളതും ഒറിജിനൽ ബാട്ടിക് ചെയ്യறதுക്കും ആ ഡിഫറൻസ്. പിന്നെ ഉടുക്കാനും ഇത് ഭയങ്കര കംഫർട്ട്, ഭയങ്കര സുഖാന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് കേട്ടോ. ഇതിന്റെ കുറച്ച് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചാൽ, കാരണം ഇത് വന്നാൽ അപ്പൊ തന്നെ തീരുന്ന ഒരു സംഭവമാണ്. വരാ പോവാ വരാ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസൈൻസ് കാണിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. വരാ എന്തായാലും നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും. ആ അല്ല, നിങ്ങൾ വരുമ്പോ നിങ്ങൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. തലയിൽ വെച്ച് പോണോ, വണ്ടിയിൽ ഇട്ട് പോണോ, സൈക്കിളിൽ തള്ളി പോണോ, ഇത് മാത്രം ചിന്തിച്ചാൽ മതി. അത്രയും അധികം ഉണ്ടെന്നല്ലേ ഓണത്തിന്റെ കളക്ഷൻ. ഇത് നല്ലൊരു എന്താ പറയാ, ബേജ് ആണ്, ഒരു യെല്ലോയിഷ് ടോണിലും നിൽക്കുന്നുണ്ട്. കോട്ടൺ അല്ല, വിസ്കോസ് കോട്ടൺ ആണ് ഇത്. അതെല്ലാം നമുക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതാ എംബ്രോയിഡറി ആണ്. എംബ്രോയിഡറി, ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി. വേറെ കളർ വരും. ഇത് നമ്മുടെ ഇപ്പൊ ഓണത്തിന് വേണ്ടിയുള്ള ഒരു ഇതിലായാലും നമുക്ക് സെറ്റ് അല്ലേ എടുക്കേണ്ടത്? ഇതിനകത്തും സെറ്റ് ഉണ്ടാവും കംപ്ലീറ്റ്. ഇപ്പൊ ഇരിക്കണതാണ് കേട്ടോ അതിന്റെ ഫുൾ കളക്ഷൻസ്. അതിൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പൂക്കളുടെ കളേഴ്സ് മാറും. അതിലിപ്പോ യെല്ലോ ആണെങ്കിൽ മറൂൺ, പിന്നെ ബ്ലൂ, അങ്ങനെ ആയിരിക്കും കളേഴ്സ് വരുന്നത്. ഓണത്തിന്റെ ഒരു കളക്ഷൻ കണ്ടില്ല, അതൊക്കെ പ്യുവർ ആണ് കേട്ടോ. കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ്. അതിന്റെ പാന്റൊക്കെ സെയിം ടോൺ ടു ടോണിൽ വരുന്നത്. പിന്നെ വരുന്നത് ഇതെല്ലാം നമ്മുടെ ദുപ്പട്ട സെക്ഷൻസ്. ഓക്കെ, കംപ്ലീറ്റ് ദുപ്പട്ട, സെപ്പറേറ്റ് ആയിട്ട് ദുപ്പട്ട എടുക്കണമെങ്കിൽ ദുപ്പട്ട കാണുമ്പോൾ ഈ എന്താ പറയാ, നമുക്ക് നോർമൽ ഒരു ജോർജറ്റ് പോലെ അങ്ങനെയല്ല, നമുക്ക് ഹൈ ക്വാളിറ്റി വരെ ഉണ്ട്. ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത് ടെസർ ദുപ്പട്ടാസ് വരെ ഉണ്ട്. പിന്നെ ചിക്കൻകാരിയുടെ ദുപ്പട്ട, ക്രഷ് ദുപ്പട്ടാസ്, ചിക്കൻകാരിയുടെ ദുപ്പട്ട, അതുപോലെ തന്നെ ഇതുപോലെ വർക്കുള്ളത് ക്രഷിൽ അല്ലേ? ഇതിപ്പോ ട്രെൻഡ് പോണത്, നല്ല ട്രെൻഡ്. കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ഇത് അവര് ദുപ്പട്ട ഇങ്ങനെ വെറുതെ ഡ്രസ്സിന്റെ കൂടെ ഇടാനല്ല, ഇത് 2 വീലറിലെ കൂടെ പോവാ, അങ്ങനത്തെ ആവശ്യത്തില്ല. പിന്നെ എന്ത് പർപ്പസ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ മെയിൻ ആയിട്ട് കൊണ്ടുവന്ന കോളേജ് പിള്ളേരുകൾ. അതുപോലെ മിറർ വർക്കില്. പിന്നെ ഇവിടെയാണ് മെയിൻ കുറച്ചുകൂടിയും ഇത് നമ്മുടെ ബൊട്ടീക്ക് ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്തതാണ്. സോ അവർക്ക് വേണമെങ്കിൽ ടോപ്പിൻ്റെ 2.5 മെറ്റീരിയൽസിൻ്റെ ടോപ്പ് മെറ്റീരിയൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതിൻ്റെ ദുപ്പട്ട അവർ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ബോട്ടം സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇത് നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാനുള്ള ആൾക്കാർക്ക്, കുറച്ച് വേരിയേഷൻ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക്. പിങ്ക് ബ്ലോസം ഇത്തിരി ട്രെൻഡ് കൂടുതലാണ്. ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഇതന്നെ ഇട്ട് നടക്കോ? ഇത് കേരള സാരി വരെ വന്നിട്ടുണ്ട്. അത് ശരി. ഇത് അതുപോലെ ഇത് നോക്കി, ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിത് കട്ടായിട്ട് വെച്ചിട്ടുള്ളതാണ്. കട്ടായിട്ട് വെച്ചിട്ട് 2.5 മീറ്റേഴ്സിന്റെ കട്ടായിട്ട് വെച്ചതാ. സോ അവരുടെ ഓപ്ഷനിക്ക് വേണ്ടി അവർക്ക് എത്ര പീസ് എങ്ങനെ പ്രിന്റ്സ് വേണമെന്ന് അവർ സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ദുപ്പട്ടാസ് നമ്മുടെ കയ്യിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടംസ് ഇപ്പഴും ഉണ്ട്, ഇവിടെ ഉണ്ട് ബോട്ടംസ്. ഓക്കെ, ആ സൈഡും ഈ സൈഡും ബോട്ടം വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിങ്ങനെ കുറച്ച് ഇത് ടോപ്പിനെയാ? ടോപ്പ്, ഇതെല്ലാം ടോപ്പ്. ഇത് കംപ്ലീറ്റ് ഇവിടെ ഓൺലി ടോപ്പിന്റെ സെക്ഷൻ. പിന്നെ അതുപോലെ ഞാൻ ദുപ്പട്ടാസ് പറഞ്ഞില്ലേ, ദുപ്പട്ടാസിന്റെ വെറൈറ്റീസ് ഇത് നോക്കിക്കോ. ഇതൊരു ഷെയ്ഡ്, ഇത് ബോട്ടത്തിന്റെ ആണ്. അതുപോലെ ടെസർ, പ്യുവർ ടെസർ എന്ന് പറഞ്ഞില്ലേ, പ്യുവർ ടെസർ ആണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാത്തിലും ഉണ്ട് കോട്ടൺ സാറ്റിൻ, അതിന്റെ ബോട്ടംസ്. സോ കറക്റ്റ് കളർ മാച്ചിങ്ങും ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മാച്ച് ചെയ്യുന്നാണെങ്കിൽ അതിനകത്ത് ഇതിപ്പോ ഇത് കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. ഇതാ ഇത് മാച്ച് ചെയ്യാൻ. ഇനി ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ട, കോട്ട് സെറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് മാച്ച്. കോട്ട് സെറ്റ് ആയിരിക്കും ഭംഗി കിട്ടാൻ. സൂപ്പർ ലുക്ക് ആയിരിക്കും കേട്ടോ. കുറച്ച് പേര് ഇത് തന്നെ രണ്ടും എടുത്തിട്ട് ഓക്കെ. അപ്പൊ ഈ ഒരു കളക്ഷൻ കണ്ടില്ലേ, ഇതൊക്കെ ബുട്ടിക്ക് ടേസ്റ്റിന് വരുന്നതാണ്. അൺസ്റ്റിച്ചിന്റെ ഡമ്മിനും കുറച്ച് കാണുന്നുണ്ട്. അപ്പൊ ഫുൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത്
കടലല്ല, അതിന്റെ അപ്പുറത്തേക്കാണ്. ഇതൊരു 7-8 ഫ്ലോർ, ഞാൻ പറഞ്ഞ പോലെ 7-8 ഫ്ലോർ അങ്ങോട്ട് ഉണ്ട്. അതിൽ 5 ഫ്ലോർ വരെ നമുക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊന്നും നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചുരിദാർ മെറ്റീരിയൽ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ചുരിദാർ മെറ്റീരിയൽസിന്റെ സെക്ഷൻ, അത് ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് നമുക്ക് കുറച്ച് കളക്ഷൻസ് നോക്കാം. വാ, ഇവിടെയാണ് നമുക്ക് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കുറച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വിസ്കോസ് പിടിക്കും, പിന്നെ ഒരു ഫീലിംഗ് കിട്ടും അല്ലേ? ഒറിജിനൽ പറയുമ്പോൾ ഒറിജിനലിന്റെ ഒരു ഫീലിംഗ് കിട്ടും. വിസ്കോസിൽ വരുന്നത്, വിസ്കോസിൽ വരുടെ ബാട്ടിക് പ്രിൻസ്, ഒറിജിനൽ ബാട്ടിക് പ്രിൻസ്, അതിന്റെ സെയിം ദുപ്പട്ടാവും. ഇതാ ഇങ്ങനെയായിരിക്കും ലുക്ക് വരുന്നത്. സെയിം ദുപ്പട്ട വരുന്നത്. ഇതിൽ നമുക്ക് 4 കളർ ഉണ്ടാവും. ആ 4 കളർ 4, 5, 6 കളർ ഉണ്ടാവും. 6 എടുക്കേണ്ടി വരും. 4 ഉണ്ടാവും. 6 ആണെങ്കിൽ 6 എടുക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത്, ഈ റേറ്റ് കുറച്ചിട്ട് മാർക്കറ്റിൽ വരും എന്ന് പറയുമ്പോൾ ഈ ബോട്ടത്തിൻ്റെലാണ് എല്ലാവരുടെ കളി. ഇത് സാൻറ്റോൺ അല്ല, ഇത് ഒറിജിനൽ ഡൾ സാൻറ്റോണാണ്. ഇത് ഫേഡ് ആവില്ല, ഒന്നും ആവില്ല. ഇത് തന്നെ നമുക്ക് റേറ്റ് കുറയ്ക്കണമെങ്കിൽ ഓർഡിനറി സാൻറ്റോൺ ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഒരു 100 രൂപ കുറച്ച് എങ്ങനെയാണെങ്കിൽ ഇടാൻ പറ്റും. ബട്ട് ബോട്ടമും നോക്കണം. എനിക്ക് ഇതിന്റെ മാച്ചിങ് കറക്റ്റ് ആയിട്ട് ബോട്ടം കിട്ടണമെങ്കിൽ നമ്മൾ ഡൈ ചെയ്യരുത് കൊണ്ടിട്ട് നമുക്ക് അങ്ങനെ ആ മാച്ചിങ് കറക്റ്റ് ആയിട്ട് വന്നാൽ തന്നെ ഇതൊക്കെ ബിസിനസ് ട്രിക്കാണ് കേട്ടോ. ഇതിന്റെ കളർ നോക്കിയത്, ഇതിന്റെ ഇപ്പൊ ഈ കാണിച്ചതിന്റെ കളറാണ് കേട്ടോ. 1, 2, 3, 4, 5. അപ്പൊ ഒരെണ്ണം നമ്മൾ കാണിച്ചത് അങ്ങനെ 6 കളർ കേട്ടോ. പിന്നെ വരുന്നത് മൽച്ചന്തേരിയിൽ ഫുൾ എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെയായിരിക്കും ലുക്ക്, കണ്ടോ? അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും പറയണ, നമുക്ക് കളേഴ്സ് എന്ന് പറയുമ്പോൾ ആ കളേഴ്സ് ഫുള്ള് എടുക്കണം. അതിന് ഒരു ദാക്ഷിണ്യം ഇല്ല, കാരണം ഇത് കച്ചവടക്കാർക്ക് മാത്രമാണ്. അല്ലാണ്ട് നിങ്ങൾ അയലക്കാരൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ എടുക്കാനും പറ്റൂല. അല്ല, അത് അലോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇല്ല, അവിടുന്ന് എൻട്രൻസിൽ തന്നെ നമ്മുടെ പെരിയേട്ടം പിടിക്കും. കച്ചവടക്കാർക്കാകുമ്പോൾ പേര് പറയണ കടയുടെ, അതുപോലെ GST നമ്പർ ഉണ്ടെങ്കിൽ GST നമ്പർ പറയണം. ഇതൊക്കെ പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമേ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. ഇത് അത് റേറ്റ് ഉണ്ട്. അതൊക്കെ മുന്നേ ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ പ്യൂർ ചന്തേരിയിലെ വരാറുള്ള പ്യൂർ ചന്തേരി അല്ലേ? ഓ, ഇതിനൊക്കെ ഫീലിംഗ് അടിപൊളിയാണല്ലേ. പ്യൂർ എന്ന് പറഞ്ഞ സംഭവമൊക്കെ പറയുമ്പോ ഷെയ്ഡഡ് ഇല്ല, ഷെയ്ഡഡ് ഇത് ഷെയ്ഡഡ് അല്ലാത്തത് വെറും ഷെയ്ഡഡ് അല്ലാത്തത് ഇത് ഷെയ്ഡാണ്. സോ ഇത് ബോട്ടമിന്റെ ഫീല് തന്നെ നോർമൽ അല്ല. ഇതൊക്കെ പുട്ടി കളക്ഷൻ ആട്ടോ ഇപ്പൊ കാണിക്കുന്നത്. അതെ. സോ മൽച്ചന്തേരിയില പ്യൂർ മൽച്ചന്തേരി, അതില് എല്ലാ ചിക്കൻ ഒറിജിനൽ ചിക്കൻ കറി വർക്ക്, പ്ലെയിനും ഉണ്ട്, സെൽഫും ഉണ്ട്, ഷെയ്ഡഡും ഉണ്ട്. ഇത് നല്ല എക്സിക്യൂട്ടീവ് റേഞ്ച് പ്രൊഫഷണൽസും അങ്ങനെ ഇടാറുണ്ട്. ഒന്നും വേണ്ട, നിങ്ങൾക്ക് കടയിലെങ്കിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച ഒരു എക്സിബിഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാലേ പറഞ്ഞ കാശിന് അല്ലേ? നമുക്ക് വെറൈറ്റി വെച്ചാൽ തന്നെ നമുക്ക് കച്ചവടം ഉറപ്പായിട്ട് കിട്ടും. എല്ലാവരും പറയാറുണ്ട് വലിയ കടയ്ക്ക് പോകുന്നുണ്ട്, അങ്ങനെ ചെറിയ കടയിലെ കൂടി നമുക്ക് നല്ല വെറൈറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കച്ചവടം കിട്ടും. ഇപ്പൊ അത് എക്സിക്യൂട്ടീവ് പ്യൂർ ഒറിജിനൽ, അത് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ശരിക്കും റെപ്ലിക്ക മീഡിയം റേഞ്ച്. അതെ, നമ്മൾ ഈ ഡ്യൂപ്ലി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ റേഞ്ച് വൈസ് പ്യൂറും പിന്നെ അതിന്റെ ലോ റേഞ്ച് അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇത് ക്വാളിറ്റി പൊട്ടയാന്നല്ല, റിപ്ലിക്ക എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ലേസ് ഇട്ടിട്ട് ഷെയ്ഡ് ഇട്ടില്ല, ദുപ്പട്ടാലും നല്ല ലേസ്, ഇങ്ങനെ ലേസ് വർക്കാണ്. അതും ഇതൊക്കെ ഡൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇങ്ങനത്തെ ലേസിന്റെ കളർ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കളർ പ്രോഗ്രാമിംഗ് ഡയബിൾ ലേസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ഡൈ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഈ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ബോട്ടമും നോക്കുമ്പോൾ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും. അങ്ങനെ കോൺട്രാസ്റ്റിലാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലും ഈ കളർ ബോട്ടത്തിന്റെ കളർ മാറും. ബോട്ടത്തിന്റെ കളർ 4 പീസ് ആണെങ്കിൽ അതെ. ഓക്കെ. പിന്നെ ഇത് വരുന്നത് മൽച്ചന്തേരിയില്ല, മൽച്ചന്തേരിന്റെ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറിയുടെ വർക്ക് വന്നിട്ടുള്ളത് അല്ലേ? എംബ്രോയിഡറിയുടെ വർക്ക് കാറ്റ് കൊണ്ട് ഇങ്ങനെ പറന്ന് പോവാന്ന്. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ക്വാളിറ്റിയാ A1 ക്വാളിറ്റി. അതെപ്പോ ഇതാണ് സ്റ്റിച്ചിങ്ങിന്. ഇപ്പൊ ഈ കാണുന്നത് നമുക്ക് ഏത് സൈസ് വരയ്ക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം? നമുക്ക് ഇത് ശരിക്കും 3XL വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പ്ലസ് സൈസ് വേണമെന്ന് വെച്ചാൽ അതിനുള്ള സെപ്പറേറ്റ് ഉണ്ടോ? അതിനുള്ള സെപ്പറേറ്റ് നമുക്ക് ഇതിനകത്ത് നമുക്ക് 3XL വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓപ്പൺ ആയിട്ട് നമുക്ക് കാര്യം പറയാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ 5XL വരെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനകത്ത് 2.5 to 2.6 മീറ്റർ ഉറപ്പായിട്ട് എല്ലാത്തിലും നമുക്ക് റേറ്റിക്ക് വേണ്ടി നമുക്ക് കുറയ്ക്കാറില്ല. നമുക്ക് ക്വാളിറ്റിന്റെ കോൺസെൻട്രേഷൻ. അതെ. പിന്നെ മാർക്കറ്റിൽ എത്ര ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ആണ്?
27 വർഷമായി. ഇവിടെ ഇപ്പൊ ഒരു 12 വർഷമായി. 12 വർഷം ഇവിടെ. പിന്നെ ഈ പഴയ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ കുറച്ചും ഇങ്ങോട്ട് നീങ്ങിട്ട് 4-10 അടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് അവരുടെ ശരിക്കും ഫസ്റ്റ് ഷോപ്പ്. ഇല്ല, അത് ഇതിക്ക് മുന്നേ ഇവിടെ ഈ മാർക്കറ്റിന്റെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഒരു 7 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഗോപാൽ പ്രഭു റോഡില് 2 കടയിൽ നമുക്കുണ്ടായിരുന്നു. ഇവരുടെ ഉയർച്ച ഇതൊന്നും ആലോചിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ് ഈ ക്വാളിറ്റി കൊടുക്കുന്നതുകൊണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആ ഉയർച്ച വേണം എന്ന് വെച്ചാൽ എവിടേക്ക് വരണം? അതാണ്. ഇതാ പിന്നെ ഇത് അയ്യോ ബോട്ടം പോയിട്ടാ. അത് കുഴപ്പമില്ല. ഇത് നോക്കിയേ, ഇത് ദാമനിലാണ്. ഇത് ദാമനും പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സ്ലീവിന്റെ പോർഷനൊക്കെ വേണ്ടി വർക്ക് കൊടുത്തിട്ട് അതും ആ ഒരു ഇതെല്ലാം നമുക്ക് 3XL 4XL വരെ പോകാൻ പറ്റും. ഇനി ഇത് മാത്രം തന്നെ 2.5 പിന്നെ അതിനകത്ത് നമുക്ക് കൈക്ക് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. എനിക്ക് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് സെപ്പറേറ്റ്. ഇതിപ്പോ കുറച്ച് നല്ല ട്രെൻഡിങ് ആണ്. 3 പീസ് അതന്നെ 3 പീസ് വര സ്റ്റൈലാ. ഇതെല്ലാം നമുക്ക് 3 പീസ് റെഡിമെയ്ഡിൽ വരാറുള്ളതാ. ഹാൻഡിലെ വർക്കും അങ്ങനെ. അത് നമുക്ക് ആ 3 പീസ് ഉള്ളത് അൺസ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഇങ്ങനെയുള്ള ഐറ്റംസ്. നിങ്ങളുടെ ഐഡിയ സെപ്പറേറ്റ് ആയിട്ട് ഹാൻഡിലും കുറച്ച് വർക്ക് വരാനുള്ളത്. പിന്നെ കട്ട് വർക്കില്ലേ അല്ലേ? കട്ട് വർക്ക് മൽഷിഫോണില് കട്ട് വർക്ക് ദാമന്റെ പോർഷൻ. പിന്നെ ഇത് ദുപ്പട്ട പ്ലെയിൻ ആണ് വരുന്നത്. അതിൽ ചെറിയ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. പക്ഷെ മെയിൻ ഹൈലൈറ്റ്സ് പറയണത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ഒരു കട്ട് വർക്ക് ആണ് വരുന്നത്. പിന്നെ ലൈനിങ്ങിനും ഒരിക്കലും പോകണ്ട. നമുക്കിപ്പോ ഇവിടെ നിന്ന് തന്നെ എല്ലാം ലൈനിങ് റോള് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കടയിൽ വരുമ്പോൾ ഇതിന്റെ ലൈനിങ്ങിന് പുറത്തേക്കൊന്നും പോകണ്ട. ഇവിടെ തന്നെ ഇത് നല്ല ഷെയ്ഡ് കേട്ടോ. എല്ലാതും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു അതെ. പണ്ട് ഇങ്ങനെയുള്ള കളേഴ്സ് എല്ലാം പോകാറുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ബീജ്, ലൈറ്റ് ഗ്രേ അങ്ങനെയുള്ള കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പൗഡർ ബ്ലൂന്റെ ട്രെൻഡിങ് ആ. പിന്നെ ഇതൊക്കെ ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ സംഭവം അല്ലേ? ജോർജറ്റ് വിസ്കോസിലെ ഹാൻഡ് വർക്ക് ആണല്ലേ? നല്ല ഫിനിഷിംഗ് ഒക്കെ നോക്കിയേ. നമ്മുടെ ഫിനിഷിങ്ങിലാണ് കാര്യം. എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഒരു 10 ആൾ ഇരുന്നിട്ട് ചെയ്യുന്ന വർക്കല്ല ഇത്. പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. അത്രയും അധികം വർക്കേഴ്സ് പിന്നാലെ ഇരുന്നിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് വേണ്ടി ഇറക്കുന്നത് അല്ലേ? ചെയ്യുന്ന ഒരു വർക്കാണ്. പിന്നെ നമ്മുടെ നിഷമ്മം വന്നിട്ടുണ്ട്. ഒന്ന് വന്ന ഒരു മിനിറ്റ്. പെട്ടെന്ന് ഞെട്ടിപ്പോയില്ല ഞാൻ എന്തിനാ വിളിക്കണേന്ന്. നമ്മളെ ഹായ്, എന്താണ് നമ്മുടെ ഓണത്തിന്റെ കാര്യം പറയാനുള്ളത്? മെയിനായിട്ട് ഓണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. ദറ്റ് നമ്മുടെ സെലക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓർമ്മയില്ലേ? നമ്മള് സൂപ്പറാണ്, മാർക്കറ്റ് നമ്പർ 1 ആകാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ പ്രാവശ്യം എന്താ പറയണ്ടേ, അടിപൊളിയാണ്. ചില ഷോർട്ടേജ് ഉണ്ടാകാം, ഇല്ലാന്ന് പറയുന്നില്ല. അത് ഈ മദ്രാസി കോട്ടൺ അങ്ങനത്തെ ചില ചെറിയ ഷോർട്ടേജ് ഉണ്ടാകാം. പക്ഷെ വെറൈറ്റി അടിപൊളി വെറൈറ്റി, അത്രയ്ക്ക് വെറൈറ്റീസ് ഉണ്ട്. ഇവരുടെ കടേനെ പുകഴ്ത്തുന്നത്. ആക്ച്വലി എന്താ സംഭവിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവര് ഇവിടെ ഇരിക്കുന്ന സംഭവം ഇവിടെ വരുമ്പോ മാത്രമേ കാണുള്ളൂ. ഇതിന്റെ പിന്നിലുള്ള തല ആ ആളാണ്. ആ ആള് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോ മാത്രമാണ് നമ്മുടെ എല്ലാവരും കാണുമ്പോ, ബില്ലിങ്ങിൽ കാണുമ്പോഴാണെങ്കിലും സെക്ഷനിൽ കാണുമ്പോഴാണെങ്കിലും പുള്ളിയുടെ ഫോണിൽ കാണുമ്പോഴാണെങ്കിലും എനിക്ക് നല്ല അത്ഭുതം, ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. അത്രയ്ക്ക് വണ്ടർഫുൾ വെറൈറ്റീസ് ആണ്. മുതലാളി എന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മളിൽ പോലെയാണ്. വരുമ്പോ മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ കാണുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ? അതാണ് 100%. ഒരു തുണി ലവർ അല്ലെങ്കിൽ ഒരു തുണി വിൽക്കുന്ന ഒരു ബിസിനസ് ആള് ഹാപ്പി അല്ലേ? ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോ അവരുടെ സന്തോഷം കാണുമ്പോ ഹാപ്പി അല്ലേ? പിന്നെ മേടിക്കുന്നവർക്കും ഹാപ്പിയാണ്. കാരണം ബില്ലിംഗ് സെക്ഷനിൽ തന്നെ നോക്കിയാൽ മതി. ഓരോരുത്തരും എടുക്കുന്ന ബില്ലിംഗ് എന്ന് പറയുമ്പോൾ 1 2 എന്ന് പറയണ്ടല്ലോ, ലക്ഷങ്ങളുടെ അല്ല പറയണത്. എന്നുവെച്ചാൽ അവർക്ക് എങ്ങനെയത് അതുപോലെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞെന്ന് പറയുമ്പോ ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകാറുള്ള ആൾക്കാരുണ്ട്. പിന്നെ നമുക്ക് ബുക്കിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമുക്ക് അവർ ഏത് ട്രാൻസ്പോർട്ട് പറഞ്ഞാലും അവിടെ നമുക്ക് ബുക്ക് ചെയ്ത് കൊടുക്കും. അത് നമ്മുടെ ഇപ്പൊ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ എത്ര ദിവസത്തിന്റെ ഉള്ളിലൊക്കെ നമുക്ക് എത്തും? ഓണത്തിന്റെ തിരക്കില് 2 to 3 ഡേയ്സിൽ എത്തും. കുറച്ച് സ്ഥലത്തില് നെക്സ്റ്റ് ഡേ തന്നെ എത്തും. അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റൂല. എനിക്ക് അവിടെ ട്രാൻസ്പോർട്ടിൽ എത്ര തിരക്കുണ്ടോ അതനുസരിച്ച് എന്തായാലും സേഫ് ആയിട്ട് എത്തും. എത്ര മഴയായാലും വെയിലായാലും സേഫ് ആണ് കേട്ടോ. പാക്കിംഗ് എല്ലാം പക്ക ആയിരിക്കും. അത് പാക്കിംഗ് ഞാൻ താഴത്ത് കാണിച്ചു തന്നില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത കളക്ഷൻ. താങ്ക് യു മാം. പിന്നെ അത് മൽച്ചന്തേരിയിലെ തന്നെ ഓർഗൻസ ആപ്ലിക്കിട്ട
ആപ്ലിക് വർക്ക് ആണല്ലേ? ഇത് ആപ്ലിക്. അത് എങ്ങനെ കണ്ടറിയില്ല, അത് സെൽഫ് ആയതുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് കിട്ടാത്തത്. എങ്ങനെ കാണണം, എന്നാലാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കിന്റെ ഫീലിംഗ് കിട്ടുള്ളൂ. എന്തായാലും കളർ തത്തമ്മ പച്ച, അതിലിങ്ങനെ ദുപ്പട്ട വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് നീലയിൽ മുങ്ങിയിട്ടുള്ള നീല. ആഹാ, ഇതില് വന്നിരിക്കുന്ന ഇതിങ്ങനെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഞാൻ കാര്യം കൂടി ഒന്ന് നോട്ട് എന്താ വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കണത് ലെങ്ത് കുറയ്ക്കുക, ദുപ്പട്ടയില് വർക്ക് കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കോസ്റ്റ് കുറയണത്. അപ്പൊ പ്യുവർ ആയാലും കോസ്റ്റ് കുറയ്ക്കണത് അങ്ങനെ തന്നെ. നമുക്ക് നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മുടെ മെയിൻ. എനിക്ക് ഒരു പ്രാവശ്യം കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വരണതുക്ക് മെയിൻ റീസൺ ക്വാളിറ്റിയാണ്. അവർക്ക് കംപ്ലൈന്റ് വരാതിരുന്നെങ്കിൽ തന്നെ അവർ ഹാപ്പി. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോൾ ഞാൻ എപ്പോ നോക്കിയാലും ഞാൻ ഈ വഴിക്കോടൊക്കെ പോകുമ്പോ എപ്പോഴും ഇവിടെ തിരക്കാണ്. അതിപ്പോ ഇവർക്ക് സീസൺ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഓണായാലും വിഷു ക്രിസ്മസ് ഒന്നും വേണമെന്നില്ല. ഇവർക്ക് എപ്പോ നോക്കിയാലും അവിടെ പണ്ടൽ ഇങ്ങനെ പാർസൽ പോയിക്കൊണ്ടിരിക്കും. ആൾക്കാരുടെ തിരക്കും ഉണ്ടാവും എപ്പോഴും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ചന്തേരിയിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ചന്തേരിയിൽ ഫുൾ എംബ്രോയിഡറി ബോർഡർ ആണ്. ദാമനിലാണ് ഇതിന്റെ വർക്ക്. അതുപോലെ ദുപ്പട്ട കൂടി ഫുള്ള് സ്കാലപ്ഡ്. ഇതിപ്പോ തയ്ച്ച് വരുമ്പോഴുള്ള ലുക്കാണ് ആലോചിക്കേണ്ടത്. ഇതിൽ കളേഴ്സും സൂപ്പർ കളേഴ്സ് ആണ്. ഒക്കെ ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത്. പിന്നെ ഒരു ചിക്കൻ കറി വരുന്ന ഇത് തന്നെ, ഇത് ചിക്കൻ കറിയില്, ഇതും പ്യുവറിൽ തന്നെ കേട്ടോ. ഞാൻ ബോട്ടം അതുപോലെ ദുപ്പട്ടയിലല്ല ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിലാണ്. ഇതിൽ സെപ്പറേറ്റ് സ്ലീവ് പോർഷൻ ക്രൊയേഷ്യ ബോർഡർ വെച്ചിട്ട്, ലേസിന്റെ ബോർഡർ വെച്ചിട്ടുണ്ട്. ഈ കളർ ഇപ്പൊ ട്രെൻഡ് അല്ലേ? ഇത് പൗഡർ ബ്ലൂ, ഇത് ഭയങ്കര ട്രെൻഡാണ്. ഇത് റെസ്റ്റോറന്റ് ഷെയ്ഡ്, പിന്നെ ഈ ലെവൻഡർ, ഇങ്ങനത്തെ കുറച്ച് ഷെയ്ഡുകളുണ്ട്. പോകുന്ന ഷെയ്ഡ്, പിന്നെ ബ്രൗൺ ഷെയ്ഡ്, പ്യുവർ ടസറിന്റെ സെമി ടസർ കുറെ കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് പ്യുവർ ടസറിന്റെ അതൊരു നല്ല എക്സിക്യൂട്ടീവ് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ. പ്രൊഫഷണൽസ് എല്ലാവരും എടുത്ത് പോകാറുണ്ട്. ഇത് റേറ്റ് കൂടുതലാണെങ്കിൽ കൂടി ലൈഫ് വരും. നമുക്ക് എത്ര ചെയ്താലും ലൈഫ് വരും. ആ തുണീന്റെ ഷൈനിങ്നെസ് അങ്ങനെ തന്നെ അങ്ങനെയാണ്. അത് ഏതോ ഒക്കേഷന് മുട്ടുക. ഇപ്പൊ നമുക്ക് ഒരു ഓഫീസ് വെയർ ആയിട്ട് വേണമെങ്കിലും ഇത് ഇടാം. ഇപ്പൊ വെസ്റ്റേൺ ആരും പിടിയില്ല, അല്ലെങ്കിൽ ബ്ലേസർ ആരും ഇടാത്ത ഒരു ഇതാണെങ്കിൽ ഒരു ലേഡിക്ക് ഇത് പ്രിഫർ ചെയ്യാം. നല്ല ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ആണ് കേട്ടത്. പിന്നെ ഈ പ്യൂർ ടസറിൽ തന്നെ സാരി മിസ്സായി, ബട്ട് അതും ഉണ്ട്. ഞാൻ അതാ ചോദിച്ചത്, ടസറൊക്കെ അത് കാണിക്കാൻ പറ്റും. ഏകദേശം നിങ്ങൾ സാരിയുടെ തന്നെയല്ല, നിങ്ങൾ ഏത് മെറ്റീരിയൽ ചോദിച്ചിട്ട് സാരി ചോദിച്ചോ, അതാണ് ഇവര് തരുന്നത്. അങ്ങനെയാണ്. പിന്നെ വരുന്ന ഫുൾ വർക്കില് അല്ലേ? അത് ബനാറസി കോട്ടാല സെമി സ്റ്റിച്ച് ബനാറസി കോട്ടാല. ഇതിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇങ്ങനെ 3D സ്റ്റൈൽ. അതന്നെ ഇതൊരു 3D സ്റ്റൈൽ, ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇട്ട് നിൽക്കുന്ന എന്തോ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഫീലിംഗ് ഇല്ലേ? അതന്നെ ഇട്ട് വരുമ്പോൾ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. പിന്നെ സ്ലീവ് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സ്ലീവ്ലെസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോ വേണമെങ്കിൽ ആർക്കും സ്ലീവ് വേണ്ടെന്നേ. പ്യൂർ നാസിനിൻ ജോർജറ്റ് ദുപ്പട്ട, അതിനാல ഒരു ചെറിയ ഹാൻഡ് വർക്ക് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇനി ഓണം കളക്ഷൻ കാണാൻ കിടക്കുന്നുണ്ട്. ഇവിടെ തന്നെ അത്യാവശ്യം സമയമായി. ഇതെന്താ ഒരു സംഭവം? ഇതല്ലേ ക്രോഷ്യ വർക്ക് കംപ്ലീറ്റ്, പിന്നെ ഹാൻഡ് വർക്ക് ആണല്ലോ. അതും കളർ കോമ്പിനേഷൻ നോക്ക് അല്ലേ? പിന്നെ ഇത് മറ്റേ ഇതല്ലേ കാന്തവർക്ക് ക്രോഷ്യ ലേസ്, പിന്നെ ദുപ്പട്ടാലും ക്രോഷ്യയുടെ ലേസ് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ബ്ലോക്ക് പ്രിന്റ് വരുന്നില്ല അല്ലേ? ഇത് ബ്ലോക്ക് പ്രിന്റ് അല്ല, ഇതെല്ലാം ബ്ലോക്ക് പ്രിന്റ്. ഇത് ബ്ലോക്ക് പ്രിന്റ്, അത് ഒറിജിനൽ ആണ്. ഇതിന് കുറച്ച് ടൈം എടുക്കും പ്രോസസ്സിംഗ് കഴിഞ്ഞ്. പിന്നെ തിരിച്ചു വരണാണെങ്കിൽ 45 ദിവസം പിന്നെയും എടുക്കും. പിന്നെ മഴയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, നനയൂല്ല, പിന്നെ കളർ കറക്റ്റ് ആയിട്ട് പിടിക്കൂല. പിന്നെ അവിടെ കണ്ട മോഡൽ സിൽക്കിന്റെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കേറിയിട്ടേ ഉള്ളൂ. അവിടെ ഒരു പീസ് കൊണ്ടോ? ഏത് കളറാ എടുക്കണ്ടേന്നല്ലേ? ഏത് കളർ എടുത്താലും മോഡൽ എപ്പോഴും ഉണ്ടല്ലേ? ഒറിജിനൽ മോഡലിന്റെ കളക്ഷൻ മാത്രമാണ് കേട്ടത്. ഇത് ദുപ്പട്ട, ഇതിൽ അടിപൊളി ഒരു ഫീലാണ്. ആ ദുപ്പട്ട കൊണ്ട് ഒരു ടോപ്പ് തയ്ക്കാം, അതാണ്. ഇത് വേറെ അത് വേറെ ആയിട്ട് വേണമെങ്കിൽ തയ്ക്കാം. ഇനി ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ട. ബോട്ടം പ്യുവർ തന്നെയാണ്. ബോട്ടം എല്ലാവരും നോക്കണം. അതെ, അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും കോസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെയാണ് കുറയ്ക്കുന്നത്. അപ്പൊ ഇതില് 4 കളേഴ്സ് എന്ന് പറയുന്നത് 5 ഒരെണ്ണം ഇത്, പിന്നെ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ഷെയ്ഡുകൾ
ഫുൾ വർക്ക് ആണ് അല്ലേ? ടിഷ്യൂ ബനാറസിയില ഒരു ഷൈനിങ് വരാറുള്ള ഐറ്റം. ഫുൾ വർക്ക് ഓവറോൾ. ഇതിലിനി ഏത് നെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ അല്ലെ, നമ്മള് ഓരോരുത്തർ കാണുമ്പോ നമുക്ക് ആ ഒരു ഫീലിംഗ് വരില്ലേ, ഏത് ടൈപ്പ് നെക്ക് വേണമെന്നുള്ളത്. ഇതായിരിക്കും ലുക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ടോപ്പ് ആൻഡ് ദുപ്പട്ട വരുന്നത്. നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, നിഷ മാഡം ഇപ്പൊ അത് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ തന്നെ ജസ്റ്റ് ഐ ഡിഡ് നോട്ട് വാണ്ട് ടു മിസ് ഇറ്റ്. പ്യൂർ ടസർ സാരിയില്ല, നമ്മ ഇത് മിസ്സായി ശരിക്കും. പ്യൂർ ടസറില് ആപ്ലിക്, ഇത് ടസറില് ജസ്റ്റ് നമ്മൾ ടസർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സർവീസ്, അത് സ്റ്റാഫായാലും മുതലാളിമാരെ എല്ലാവരും ഒരേപോലെ കട്ടയ്ക്ക് കട്ടാൻ നിൽക്കുന്നവരാണ്. ഇപ്പൊ ഇവിടെ ഉള്ള സ്റ്റാഫ് തന്നെ അങ്ങനെയാ. ഇപ്പൊ ഒരു കസ്റ്റമർ ഇവിടെ അയ്യോ ഞാനിപ്പോ ഈ ഒരു ഐറ്റം ഞാൻ മിസ്സായില്ലെന്ന്, ഇവിടെ ഐറ്റംസ് നോക്കുമ്പോ തന്നെ ആ ഐറ്റംസ് ഇവിടെ എത്തിക്കേറി കണ്ടാ. അതാണ്, അത് വേറെ ഫ്ലോറിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ട, അങ്ങനെ ഒന്നുമില്ല. നമ്മ എല്ലാം ഒരുമിച്ചാണ്. കടയുടെ പേര് മാത്രമാണ് MN ഫാഷൻ MN ഫാബ്രിക്സ്, ബട്ട് എല്ലാം ഒരുമിച്ചാണ്. എല്ലാം ഒരുമിച്ചാണ്. ഞങ്ങൾ മുതലാളിയും തൊഴിലാളിയും എല്ലാവരും ഒരേപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ്. അതേപോലെ ഇനി നമുക്ക് ഈ സെക്ഷൻ വിട്ടു പോണ്ട. ഇത് കോട്ടൺ, ലിനനില് ബ്ലോക്ക് പ്രിന്റ്. ഇതില് ഒറിജിനലും വരുന്നുണ്ട്, അതുപോലെ റിപ്ലിക്കയും ഉണ്ട്, രണ്ടും വരുന്നുണ്ട്. അപ്പൊ വരാൻ നോക്കുക. ഓൺലൈനിൽ മേടിക്കുന്നേക്കാളും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ നേരിട്ട് വരാൻ ശ്രമിക്കുക. കാരണം നേരിട്ട് വരുമ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടുണ്ടാവും, ചിലപ്പോൾ 50,000 അല്ലെങ്കിൽ 1,00,000, അത് 10 ലക്ഷം വരാണെങ്കിൽ. ഇനി ബഡ്ജറ്റ് പിടിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ വേറെ എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നല്ല കളക്ഷൻസ് മിസ്സാവും, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. മിസ്സായാൽ നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തന്നെ. പിന്നെ ഈ ഒരു സെക്ഷനും അൺസ്റ്റിച്ച് തന്നെയാണ്. നമുക്ക് കുറച്ച് കോട്ടണിന്റെ ഐറ്റംസ് ഉണ്ട്. പിന്നെ കോട്ടന്റെ ഒരു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണെന്ന് തോന്നുന്നില്ലേ? ഇതെല്ലാം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ്. കോട്ടണിൽ വരുന്നതും ഒരെണ്ണം എടുത്ത് നോക്കാലോ. ഇപ്പത്തെ ട്രെൻഡിങ് ഉള്ളതാ ബനാറസി. അതിലിങ്ങനെ യോക്കില് ഫുൾ ത്രെഡ് വർക്കിന്റെ ഡീറ്റെയിൽ. പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് ഫുൾ ആ ഒരു സട്ടൽ ആയിട്ടുള്ളതാണ്. വലിയ ഇങ്ങനെ സിഗ്സാക്ക് അല്ല, അങ്ങനെ ഉദിച്ചു നിൽക്കുന്ന ഒരു സെറി അല്ല. എന്നാൽ ഉദിച്ചു നിൽക്കുന്ന സെറി വേണമെന്ന് വെച്ച് പറഞ്ഞാണെങ്കിൽ അതും സിൽവറും ഉണ്ട്, ഇതിന് നമുക്ക് കോപ്പറും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മ അവിടെ ലിനനിലെ കണ്ട് സെയിം തന്നെ കോട്ടണില. ഇപ്പൊ ബ്ലാക്ക് പ്രിന്റ് അവിടെ നമ്മൾ കണ്ടത് അതിന്റെ സെയിം കോട്ടൺ വിത്ത് പ്യൂർ ജോർജറ്റ് ദുപ്പട്ട. എല്ലാം ഒറിജിനൽ ബ്ലോക്ക് പ്രിന്റ്സ്. അത് എങ്ങനെ ഡിഫറൻസ് നമുക്ക് ഉറപ്പായിട്ട് ഐറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഡിജിറ്റൽ പ്രിന്റും ബ്ലോക്ക് പ്രിന്റ്സും, ആ ബ്ലോക്ക് പ്രിന്റ്സിന്റെ ക്ലാരിറ്റി നമുക്ക് ഡിജിറ്റൽ എന്ത് ചെയ്താലും വരും കിട്ടില്ല. അത് കുറച്ചൊന്നും ഡിമ്മായിട്ടാണ് നിൽക്കുള്ളൂ എപ്പോഴും. ബ്ലോക്ക് പ്രിന്റ് പറയുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഉദിച്ചു നിൽക്കും. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കച്ചവടക്കാർക്കൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. ഇനി നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാം അല്ലേ? അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റൂല, നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കേരള സാരി ഓണം വന്നത് അങ്ങനെ നമ്മള് നമ്മുടെ ഓണത്തിന്റെ സെക്ഷനിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര വയസ്സ് തൊട്ട് എത്ര വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളുടെ ഉണ്ട്? അങ്ങനെ ആവുമ്പോ നമുക്ക് ന്യൂ ബോൺ ബേബീസ് തൊട്ട് ടീനേജ്, പിന്നെ വലിയവരുടെ സൈസ് വരെ എല്ലാം ഉണ്ട്. സെറ്റ് മുണ്ട്, സെറ്റ് സാരി, മുണ്ട്, ഒട്ടിക്കരമുണ്ട്, ബെഡ്ഷീറ്റ്സ്, പില്ലോസ്, ബ്ലാങ്കറ്റ്സ്, അതൊക്കെ ഈ ഫ്ലോറിലുള്ള കാര്യം. ഈ ഒരു പകുതി ഫ്ലോറിൽ മാത്രം പകുതിയല്ല, ഒരു ഭാഗം. ബാക്കി ഭാഗം റണ്ണിങ് മെറ്റീരിയൽസും അൺസ്റ്റിച്ചഡ് മെറ്റീരിയലും അങ്ങനെ വേണം പറയാനായിട്ട്. ഇനി ട്രെൻഡിങ് ആയിട്ട് എല്ലാ ഡിസ്പ്ലേയിലും ഉള്ളതാണ്. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് ഫുൾ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നമ്മൾ എല്ലായിടത്തും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇത് സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? 34, 36, 38, 40 അങ്ങനെ 40 സൈസ് വരെ വരും അല്ലേ? 40 അപ്പൊ എനിക്ക് പാകാവും, ചെറുപ്പാവാൻ പറ്റുന്നു. ഇതിലിപ്പോ ഈ ഒരു മറ്റേ ബാന്തിനീര് ഇതാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, ബാന്തിനീന്റെ പ്രിൻസ്. ഇതെല്ലാം ക്രോപ്പ് ടോപ്പും പിന്നെ ഇതും പിന്നെ ദാവണി സെറ്റ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ ട്രെൻഡിങ് ഉള്ള ഇപ്പോൾ ഉള്ള സിൽക്കിന്റെ ദാവണി സെറ്റ്സ് ഉണ്ട്, കംപ്ലീറ്റ് ദാവണി സെറ്റ്സ്. ഇങ്ങനെ ദാവണി സെറ്റ്സ്. അപ്പൊ അതിലും കളേഴ്സ് അവൈലബിൾ ആ. പക്ഷേ ഇത് സൈസ് ആണോ എങ്ങനെയാ? ഇല്ല, ഇത് സ്കേർട്ട് മാത്രം സ്റ്റിച്ച്ഡ്, ബ്ലൗസ് അൺസ്റ്റിച്ചഡ് ആണ് വരുന്നത്. അപ്പൊ ഇത് ചെറിയ പിള്ളേരുകൾക്കുള്ളതാണ്. ഇനി നമുക്ക് സെറ്റ് സാരിയും സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ നോക്കാം. അതുപോലെ പില്ലോ ഞാൻ താഴ്ത്തി വെച്ച് കണ്ടുല്ലോ. അപ്പൊ പില്ലോ ഇത് കാര്യമുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതെ, പിന്നെ യോഗ മാറ്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ല A to Z
അതാണ് നമ്മുടെ MN ഫാഷൻസ് ആൻഡ് MN ഫാബ്രിക്സിന്റെ USP. A to Z. കച്ചവടക്കാരൊക്കെ എന്താ വേണം മണി. ഇതൊന്നും സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഇത് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാ ഇവിടേക്ക്. പിന്നെ അതാ സെറ്റ് മുണ്ടിന്റെ ഒരു ഏരിയ ആണ് ഇതില് നമുക്ക് എത്ര വെറൈറ്റീസ് വേണമെന്ന് പറഞ്ഞാൽ മതി, എത്ര ബണ്ടൽ വേണമെന്ന് പറഞ്ഞാൽ മതി. എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇതിലിപ്പോ എങ്ങനെയാ സൈസസും വരില്ലേ? ഇല്ല, ഇത് അല്ല വലിയ ഡബിളും ഉണ്ട്, സിംഗിൾ സെറ്റ് മുണ്ടും ഉണ്ട്, 2.5 ഉണ്ട്, 2.8 ഉണ്ട്, എക്സ്ട്രാ ലെങ്ത് മീറ്റർ വൈസ്. അതാ ചോദിച്ചത് ഞാൻ. ഓക്കെ, ഇത് ടിഷ്യൂല് അല്ലേ? ടിഷ്യൂല നമ്മുടെ ഇപ്പൊ ലോട്ടസ് പ്രിന്റ്സിന്റെ. ഓ, ലോട്ടസ് ഈ കൊല്ലമും കണ്ടിന്യൂ ആവുന്നുണ്ട്. അത്രേ കഴിഞ്ഞ കൊല്ലം ഉണ്ട്, ഈ കൊല്ലം ഉണ്ട്. അതുണ്ട്. ഇപ്രാവശ്യം ഓണത്തിന് എന്തൊക്കെ തകർക്കാവോ, 10 ദിവസം. ആഹാ, എന്തൊക്കെ കാണാൻ കിടക്കുന്നു അല്ലേ? അതെ, ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഇഷ്ടം പോലെ ഇപ്പൊ ആരെ എന്താ ചോദിക്കും എന്ന് അറിയില്ല. ബട്ട് ചോദിച്ച ഐറ്റം 99% നമുക്ക് ഉറപ്പായിട്ട് കൊടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇത് കോട്ടണില് എക്സ്ട്രാ ബ്ലൗസ് വെച്ചിട്ട് സെറ്റും ഉണ്ട്. ഇങ്ങനെ പ്രിന്റും കാര്യവും പ്രിന്റൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് മുണ്ടിന്റെ ഏരിയ ആണ്. ഞാൻ എല്ലാതും എടുത്ത് കാണിക്കാന്ന് പറഞ്ഞില്ല, അത് നടക്കണ കാര്യമല്ല. ഒരുപാട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിന്റ് ഉണ്ട്. ഇപ്പൊ കുറച്ച് ഇങ്ങനെ കസവും കാര്യവും ഇല്ലാതെ അതെ ഖാദിന്റെ ഐറ്റമാ. സോ കസവും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക്, ട്രെൻഡി ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് വെറുതെ പ്രിന്റും ഖാദി ഐറ്റം. ഇത് വിത്തൗട്ട് ബ്ലൗസ് അല്ലേ വരുന്നത്? വിത്തൗട്ട് ബ്ലൗസ്. ബ്ലൗസിന് പിന്നെ കാര്യം പറഞ്ഞില്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കൊണ്ടുവച്ചാൽ കച്ചവടത്തിന് നല്ല ഗംഭീരമായിരിക്കും. അതേപോലെ ഈ ഇരിക്കുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറയുമ്പോ ഇതെല്ലാം മല്ലും ഗാഡ അങ്ങനെയുള്ള തുണി. എന്തിനാ മെയിൻ ആയിട്ട് പോകുന്നത്? മല്ല് വന്നിട്ട് നമ്മുടെ ഷിമ്മി ഒന്ന് അടിക്കാനുള്ളൂ. പിന്നെ പ്രെയർ ഡ്രസ്സ്, പിന്നെ ഗാഡ ബാഗ് തുണി തേക്കാനുള്ള ഗാഡ ആണ്. പിന്നെ ഇതെല്ലാം പില്ലോ കവേഴ്സ് ഇങ്ങനത്തെ സെക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇന്നർ വെയർ ഉണ്ട്, ടവൽസ്, ടർക്കീസ്, അങ്ങനത്തെ എല്ലാ ഐറ്റം A to Z ഇവിടെ ഉണ്ട്. കാവ്യമുണ്ട്, കൈലി തൊട്ട് എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇനിയിപ്പോ ഓണത്തിന് മെയിൻ ആയിട്ട് സെറ്റ് സാരിയാണ്. സെറ്റ് സാരി നോക്കാം നമുക്ക്. ഈ സെറ്റ് സാരി ഉണ്ട്, സെറ്റ് മുണ്ട് ഉണ്ട്, അതുപോലെ ധോത്തീസ് ഉണ്ട്. ഇനി ആകെ 5% ഐറ്റംസ് കൂടി നമുക്ക് കാണിച്ചിട്ടില്ല. തന്നെ നമുക്ക് സമയം കഴിഞ്ഞു കംപ്ലീറ്റ്. ഇത് നമ്മുടെ സെറ്റ് സാരി കുറച്ച് ഇവിടെ ഡിസ്പ്ലേ കാണുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ കാണുന്നത് മൊത്തം സെറ്റ് സാരിയുടെ മ്യൂറൽ പ്രിന്റ്സ് ഉണ്ട്, ഡിജിറ്റൽ പ്രിന്റ്സ് ഉണ്ട്, ബ്ലോക്ക് പ്രിന്റ്സ് ഉണ്ട്, പിന്നെ റെഗുലർ കസവ് ഉണ്ട്, നമ്മുടെ റെഗുലർ ഐറ്റംസ് ഉണ്ട്, എല്ലാ ഐറ്റംസ്. സീതാ കല്യാണി ഉണ്ട്. ഈ ആ പ്രിന്റ് വേണമെങ്കിൽ ആ പ്രിന്റ്. പിന്നെ ദാ ഇവിടെയും കുറേ പ്രിന്റ്സുകൾ ഉണ്ട്. ഡിജിറ്റൽ പ്രിന്റിൽ, പിന്നെ മ്യൂറൽ പ്രിന്റ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ പ്രിന്റ്, എംബ്രോയിഡറിയിൽ വേണമെങ്കിൽ എംബ്രോയിഡറിയിൽ, ടിഷ്യൂല് വേണമെങ്കിൽ ടിഷ്യൂ, കസവിൽ വേണമെങ്കിൽ കസവിൽ, പിന്നെ കോട്ടൺ ഉണ്ട്. അങ്ങനെ എല്ലാത്തിലും കുറേ ഉണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മൽ കോട്ടൺ. ഇതിൽ നമുക്ക് ഈ മൽ കോട്ടൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷനിനെ അതിന് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഈ കോട്ടൻ്റെ ഇത് സൂപ്പറാണ്. കുറെ പേര് എന്നോട് ചോദിക്കണ്ടായിരുന്നു കേട്ടോ, മൽ കോട്ടൺ എവിടെ കിട്ടും എന്നുള്ളതാ. ഇവിടെ ഉണ്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട്. ഈ ഒരു ഐറ്റം കൂടി പറയുന്നുണ്ട്. മെഡ്രാസ് ടെക്സ് പോലെ രാവിലെ വരുമ്പോൾ ലക്കില് കിട്ടും. അപ്പൊ രാവിലെ നേരത്തോടെ 9 മണിക്ക് ഇവിടെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐറ്റംസ് കിട്ടും. അത് മൽ കോട്ടൺ. മൽ കോട്ടന്റെ അതേ കളക്ഷൻസ് ഞാൻ ഇട്ട് കാണിക്കുന്നു. ഇപ്പൊ ഉള്ളത് വേണമെങ്കിൽ വേഗം പിടിച്ചോ. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ കിട്ടിയെന്ന് വരില്ല. എപ്പോഴും ചേഞ്ചസ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ടെസൽസിലാണ് കൂടുതൽ വരുന്നത്. കസവ് മാറിക്കൊണ്ടിരിക്കും, കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഓ, അതുപോലെ കളറിലും ഉണ്ട് കേട്ടോ. വൈറ്റ് മാത്രമല്ല, ബ്ലാക്കിലും വരുന്നുണ്ട്. ട്രഡീഷണൽ സാരിയിലെ കട്ട് വർക്ക്. ഇത് നിങ്ങൾ ഇറക്കില്ലേ? ഇത് ഇറക്കി മക്കളെ, ഇവര് ഇറക്കി. ഇത് കണ്ടിട്ടില്ല കേട്ടോ, ഇത് ഇറക്കി. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഐറ്റംസ്. സ്റ്റിക്കർ വർക്ക് താഴെ പറഞ്ഞതുപോലെ ഇതെല്ലാത്തിലും ഉണ്ട് കേട്ടോ. ധോത്തീസിലുണ്ട്, സെറ്റ് സാരിയിലുണ്ട്, സെറ്റ് മുണ്ടിലുണ്ട്. പിന്നെ നമ്മൾ JC-ലൊക്കെ കാണുന്ന സ്റ്റിക്കർ വർക്ക് ഇല്ലേ, അതിനേക്കാളും സ്ട്രോങ് ആയിരിക്കും ഇത്. മറ്റേതൊക്കെ കളിച്ച് വേർത്ത് എത്ര ഇതല്ല, അല്ലാതെ അതിനേക്കാളും സ്ട്രോങ് ആണ്, നല്ലൊരു ക്വാളിറ്റിയിലും. ഐറ്റംസിലാണ് നമുക്ക് ട്രഡീഷണലും ഉണ്ട്, വെസ്റ്റേൺ വെയർ പോലെ നമുക്ക് സാരീസ് തന്നെ നമുക്ക് നല്ല ഫാൻസി ആയിട്ടുള്ള ഇടാനുള്ള ആൾക്കാർക്കും അതും എല്ലാം 99% നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുള്ള ഐറ്റംസ് നമുക്ക് പ്രൊക്യൂർ ചെയ്യരുത് കൊണ്ടിട്ട് നല്ല റേറ്റ്, നല്ല ക്വാളിറ്റി, അതാണ് മെയിൻ. റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു. പിന്നെ എപ്പോഴാണ് ക്ലോസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു സമയം ഇല്ല, പരിധി. കാരണം സീസൺ സമയം എന്ന് പറയുമ്പോൾ അത് കസ്റ്റമറുടെ ഇതനുസരിച്ചിട്ടായിരിക്കും സമയം ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ ഓപ്പൺ സമയം നമുക്ക് പറയാം, അത് 9 മണി. അത് സൺഡേ ആയാലും ശരി, സാറ്റർഡേ ആയാലും, ഏതൊരു ഇട ദിവസം ആയാലും സമയം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ 10 ദിവസം ഓണം ആഘോഷിക്കണമെങ്കിൽ 10 മാസത്തെ ഹാർഡ് വർക്കാണ് ഇവിടെ. അത്രയും അല്ല, ക്വാളിറ്റിയോട് കൂടിയിട്ട് സാധനങ്ങൾ ഇറക്കണമെങ്കിൽ പണി കുറച്ചുണ്ട്. ഇതെന്തൊരു പുതിയൊരു സാധനം, എൻ്റെ പൊന്നോ! കണ്ടോ, അതാ വെറൈറ്റി.
ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അതും ടിഷ്യൂല്, ടിഷ്യൂല, സോഫ്റ്റ് ടിഷ്യൂ. സോഫ്റ്റ് ടിഷ്യൂ, ഹീറോ ടിഷ്യൂ എന്ന് പറയാറുണ്ട്. ഹീറോ ടിഷ്യൂ അത് സോഫ്റ്റ് ടിഷ്യൂ എന്ന് ഞാൻ എടുത്ത് പറയണത് കേട്ടോ. നല്ലൊരു ഇഷ്ടം പോലെ നമുക്ക് പ്രിന്റ്സ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ ബ്ലൗസ് നോക്ക്, ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് വർക്ക്സ് ഉണ്ട്, ഒരുപാട് പ്രിന്റ്സ് വരുന്നുണ്ട്. ഉടുത്ത് വരുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെയായി മാറും. ഇതാണ് ലുക്ക് വരുന്നത് കണ്ട. ഉടുത്ത് വരുമ്പോൾ ഇതാണ് മുന്താണിയുടെ പോർഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒരു ഗ്ലിംസ് ആയിരുന്നു എന്താണ് ഈ എന്നുള്ളത്. പുതിയ ഇപ്പോൾ ഈ ഓണം സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ പുതിയത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ എന്താണെന്ന് അറിയിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇവർ എല്ലാ പ്രാവശ്യം വെറൈറ്റി ഇറക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ലൊക്കേഷൻ ഒന്ന് പറയാം. MN ഫാഷൻസ്, MN ഫാബ്രിക്സ്, മാർക്കറ്റ് റോഡ്, എറണാകുളം കോൺവെന്റ് ജംഗ്ഷൻ. പിന്നെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഓണത്തിന്റെ സമയത്ത് ഇത്തിരി തിരക്ക് കൂടുതലായിരിക്കും. എപ്പോഴും നിങ്ങൾ നേരിട്ട് വരാൻ ശ്രമിക്കുക. ഓൺലൈനിൽ മേടിക്കേണ്ടെന്നല്ല ഞാൻ പറയണേ, പക്ഷെ മേടിക്കുന്നേക്കാളും കൂടുതൽ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് കാണിച്ചതൊന്നും ഒന്നല്ല. നിങ്ങളിപ്പോൾ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ടത് 1 മണിക്കൂറല്ല, ഒരേ ദിവസമല്ല, ഒരാഴ്ച എടുത്താലും തീരില്ല. അത്രമാത്രം കാണാനുണ്ട്. പിന്നെ ഇത് എടുത്താലും നമുക്ക് വീഡിയോയിലെ ക്വാളിറ്റി അറിയില്ല, കളർ കറക്റ്റ് ആയിട്ട് അറിയില്ല. പിന്നെ ഫസ്റ്റ് ടൈം നിങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സിന്റെ പ്രിഫർ ചെയ്യരുത്. ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിനാലേ ഇതിന്റെ സ്കെയിൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇവരുടെ ട്രിപ്പിലിന്റെ ഭാഗമായിട്ട് അതും പങ്കെടുക്കുക. എവിടെയൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ സ്വിറ്റ്സർലൻഡും മറ്റേ ഇവിടെ ദുബായും പിന്നെ എവിടേക്ക് സ്ഥലങ്ങളിപ്പൊക്കെ പറഞ്ഞു, കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മളിന്ന് മറക്കായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു പറയുന്നേക്കാളും മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു വെച്ചോ. കാരണം എന്താ വെച്ചാൽ ഇത് 2 ഫ്ലോർ കഴിഞ്ഞിട്ടില്ല ആക്ച്വലി, ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും ഞാൻ. അപ്പോൾ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.